പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്നാൽ വല്ലവനും ഒരു യാഗം കഴിക്കാൻ വരുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാരൻ കയ്യിലൊരു മുപ്പല്ലിയായിട്ട് വന്ന് കലത്തിലോ ഉരുളിയിലോ കുട്ടകത്തിലോ ചട്ടിയിലോ കുത്തും. മുപ്പല്ലി പിടിച്ചതൊക്കെ എടുത്തുകൊള്ളും. ശീലോവിൽ വരുന്ന എല്ലാ ഇസ്രായേലിനും അവർ അങ്ങനെ തന്നെ ചെയ്യും. മേറസ് ദഹിപ്പിക്കുന്നതിന് മുമ്പ് പുരോഹിതന്റെ ബാല്യക്കാരൻ വന്ന് പുരോഹിതന് വറുപ്പാൻ മാംസം തരിക, പച്ചമാംസമല്ലാതെ വേവിച്ചതിന് വാങ്ങിയില്ല എന്ന് പറയുമ്പോൾ അവൻ പറയും, ഇത് ദേഹസ്വന്ന് ദഹിപ്പിച്ച് കഴിയട്ടെ, എന്നിട്ട് ആവശ്യമുള്ളതല്ല എടുത്തോന്ന് പറയുമ്പോൾ അവനോട് അല്ല ഇപ്പൊ തന്നെ തരണം, തന്നില്ലെങ്കിൽ ഞങ്ങള് ബലാൽക്കാരൻ എടുക്കുമെന്ന് പറയും. നിന്ന് പറയേണ്ട ഭാഗങ്ങളാ. മഴ കാരണം ഇവന്മാരുടെ നടപടിക്രമം ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പൊ സഭയ്ക്കകത്തും ഉണ്ട്, സെന്ററിലും ഉണ്ട്, ലോക്കലിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, വീട്ടിലും ഉണ്ട്. ചിലരെ ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് ഡൗട്ട് പഠിക്കുന്നു. മഴയായതുകൊണ്ടായിരിക്കാം. ഇവരുടെ നടപടിക്രമങ്ങൾ ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്നാൽ വല്ലവരും ഒരു യാഗം, അങ്ങനല്ലേ? ഒന്നുകൂടെ വായിച്ചേ. ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്നാൽ വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ ഇവന്മാര് കഴിക്കത്തില്ല, പിന്നെങ്ങനെ വല്ലവരും ഒക്കെയാ. നമ്മുടെ ചില ആൾക്കാരെ കണ്ടില്ലേ, പറയത്തില്ലേ സ്തുതിച്ചാട്ടെ, ഇവര് സ്തുതിക്കത്തില്ല. ഒരിക്കൽ കൂടെ എല്ലാരും അങ്ങ് സ്തുതിപ്പിക്കും. ഈ ദൈവത്തെ ആരാധിക്കുന്നതിന് അയ്മേനിയൊന്നോ തിരുമേനിയൊന്നോ ഒന്നും വകതിരിവില്ല. സെന്ററാണോ, ലോക്കലാണോ, കൗൺസിലാണോ, സെക്രട്ടറി ആണോ, പ്രസിഡന്റ് ആണോ, ഓവർസിയർ ആണോ, സൂപ്രണ്ട് ആണോ, ഇതൊന്നും ദൈവത്തെ ആരാധിക്കുന്നതിനില്ല. ഈ വകുപ്പെല്ലാം നമ്മൾ ഒപ്പിച്ചു വെച്ച വകുപ്പുകളാ. ചില വകുപ്പെല്ലാം ഒപ്പിച്ച് ഇപ്പൊ അവര് തന്നെ വെട്ടിനകത്തായി, ഇല്ലയോ? വേണേ ഒരു സംഭവം പറയണോ? പറഞ്ഞോളാനാ പുള്ളി പറയാന്നേ. കാരണം ഞാൻ മേടിച്ച് കെട്ടിക്കോളൂല, പുള്ളി കേൾക്കുകയും ചെയ്യാം. പറഞ്ഞോളാനാ. അതിലൊരു സംഭവം, എല്ലാം ഒന്നും വിവരിക്കുന്നില്ല, ഒരു സംഭവം പറയാം. സൂത്രബുദ്ധി കൊണ്ടാ ചിലരെ ഒരു നിയമം കൊണ്ടുവന്ന് 65 വയസ്സ് കഴിയുമ്പോൾ റിട്ടയർഡ് മാസ്റ്റർ വെച്ചത് ഇപ്പം വിനയായി. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട് പാഞ്ഞു. ചിലരെ ഒതുക്കാൻ വേണ്ടി ഒപ്പിച്ച നിയമം 65 ആകുമ്പം റിട്ടയർഡ്. ഇപ്പൊ അത് വിനയായി തീർന്നു. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്ന? പണ്ടൊരു തള്ള പറഞ്ഞ പോലെ പുതിയ വഴക്കൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല, പഴയ തൊട്ട് വിടുന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അതങ്ങ് നമുക്ക് വിട്ടേക്കാം. ദൈവത്തിന് മഹത്വം. ഇവര് യാഗം കഴിക്കത്തില്ല, വല്ലോരും യാഗം കഴിക്കുക. അങ്ങനെയുള്ള ധാരാളം നമ്മുടെ സഭയിലാണെങ്കിലും കണ്ടിട്ടില്ലേ? എല്ലാവരും കൈയടിച്ച് ആരാധിക്കുമ്പോൾ ചിലർ കൈയടിക്കുകയല്ല, അവനിങ്ങനെ നോക്കും ആരൊക്കെയാ അടിക്കുന്നെന്ന്. അടിയൊക്കുന്നുണ്ടോ, അടിക്കുന്നുണ്ടോ, ആയത്തിലാണോ അടിക്കുന്നത്? നീ ഇങ്ങനെ ചിലർക്ക് സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കയ്യടിയും പാട്ടും പ്രാർത്ഥനയില്ല. ഒരു കസേര കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ ആരാധിക്കത്തില്ല. ഞാനൊരു കാര്യം യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും പറയാ, ദൈവത്തെ ആരാധിക്കുന്നതിന് പൊസിഷൻ വിഷയമല്ല. അയ്യോ, പെട്ടകം പട്ടണത്തിൽ വന്നപ്പോൾ ദാവീദ് പൂർണ്ണ ശക്തിയോട് പെട്ടകത്തിന്റെ മുമ്പാകെ കുതിച്ചു നൃത്തം ചെയ്തു. അപ്പോൾ പൊസിഷൻ ആരാധനയ്ക്ക് തടസ്സമല്ല. മാത്രമാണോ പ്രായം ആരാധനയ്ക്ക് തടസ്സമല്ല. നമ്മൾ വായിക്കുന്നത് യോസേപ്പിന്റെ 2 പിള്ളേരെ യാക്കോബ് കൈ പണച്ചു വെച്ച് അനുഗ്രഹിച്ചു വായു കൊണ്ടെന്നല്ല, പിന്നെയോ ദൈവത്തെ ആരാധിച്ചെന്ന വായിച്ചോ. യോസേപ്പിന്റെ 2 പിള്ളേരെ കൈ പണച്ചു വെച്ച് യാക്കോബ് അനുഗ്രഹിച്ചേച്ച് വായു കൊണ്ടെന്നല്ല. ആ വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഇന്നും നാളെ ആയുസ് മുഴുവൻ വായിച്ചാൽ കാണത്തില്ല, അവിടെ ഇല്ല. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 21 മുതലൊന്ന് വായിച്ചേ, പെട്ടെന്ന് വായിര്. ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ച്, ഭാവികാലം അല്പം കൂടെ മുകളിലോട്ട് കയറ്റി ഒന്ന് വായിച്ചേ. വിശ്വാസത്താൽ, അങ്ങനെ ചേർത്ത് വായിര്. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ, അല്ലല്ല, വിശ്വാസത്താൽ യാക്കോബ്, ആ ഭാഗം ഒന്ന് വായിച്ചേ. വിശ്വാസത്താൽ യാക്കോബ് മരിക്കാൻ പോകുക. 147 വയസ്സുണ്ട്, മരിക്കാൻ പോകുക. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസേപ്പിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും മനേഷ്യയെയും എബ്രാഹിമിനെ ഇരുവരെയും
അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ദൈവത്തെ ആരാധിച്ചെന്ന ശരിയായ ഭാഷാന്തരം. Praise the Lord. ആമേൻ. രണ്ട് കൊച്ചുമക്കളെ രണ്ടുപേരെയും കൈ പണച്ചു വെച്ച് അനുഗ്രഹിച്ചു മൂപ്പില വായു കൊണ്ടെന്നല്ല എഴുതിയേക്കുന്നത്. ആമേൻ. ദൈവത്തെ ആരാധിച്ചെന്ന. അപ്പോൾ ആരാധനയ്ക്ക് പൊസിഷൻ തടസ്സമല്ല. ചിലരൊക്കെ സൂട്ടും കോട്ടും എല്ലാം ഇട്ട് കഴിഞ്ഞ് പിന്നെ ഇപ്പം ഈ കാറ്ററിംഗുകാർ പിള്ളേരിടുന്നതും ഒക്കെ ഇട്ടുകൊണ്ടാ മിക്കവരും ഉദ്ഘാടനത്തിന് അത് ഇട്ടോ ഊരിക്കളയുമൊന്നും വേണ്ട. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടെ ഇട്ട് ശാതം മുട്ടിയാൽ പിന്നെ അങ്ങനെ കൈയടിക്കുന്നത്. സ്തോത്രം. ഇന്നിപ്പം ടൈയും കോട്ടും കെട്ടിയാൽ കുഴപ്പമില്ല, മഴയുള്ളത് കൊണ്ട്. ഈ മീനച്ചൂടിനും ടൈയും കോട്ടും കെട്ടി വന്നിരിക്കുക, ശ്വാസവും മുട്ടുക, കരണ്ടും പോയി. എന്തോ ഒരു അക്രമമാണ് ഓർക്കുന്നത്. അമേരിക്കക്കാരനത് ഇട്ടത് തണുപ്പും മഞ്ഞുമല്ല, മഞ്ഞ് പെയ്യുന്നെന്ന്. അത് കണ്ടുകൊണ്ട് നമ്മൾ എലന്തൂരിരുന്ന് ഇടുക. അമേരിക്കക്കാരൻ അത് ഇട്ടത് അവിടെ മഞ്ഞ് പെയ്തുകൊണ്ടിറങ്ങുന്നത്. അപ്പൊ ഇതെല്ലാം അവർ കണ്ടുപിടിച്ചതാ. വൃത്തിയുണ്ട്, സുഖവുമാ. അത് കണ്ടുകൊണ്ട് കുഞ്ഞച്ചേട്ടത്തിരുന്ന് ടൈയും കോട്ടും കെട്ടിയിരുന്നാലോ? ഞാനതിന് എതിരല്ല, നമുക്ക് ആ വിഷയം വിട്ടേക്കാം. അല്ല, ചിലർക്ക് സോട്ടും കൂട്ടും ഈ സ്ഥാനവും മാനവും വന്നാൽ പിന്നെ ആരാധിക്കത്തില്ലല്ലോ. ഞായറാഴ്ച കണ്ടിട്ടില്ലേ സഭയിൽ വന്ന ഏതാണ് സെക്രട്ടറി, ഇവിടുത്തെ അല്ലേ കേട്ടോ, പൊതുവില സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റി, കൗൺസില്, നിന്റെ കുന്തം. പാപത്തിന്റെ അധീനതയിൽ നിന്ന് യേശു നിന്നെ രക്ഷിച്ചു. ഒരു കണ്ണിന് പോലും ദയ തോന്നാതിരുന്നപ്പോൾ ദൈവം നിന്നെ വിടുവിച്ചു. അന്ധകാരത്തിന്റെ പിടിയിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിച്ചു. അവൻ കടുംചുമപ്പും അത് കഠിനമായിരുന്ന പാപങ്ങള് യേശുവിന്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കി നമ്മളെ ദൈവവൈതലാക്കി തീർത്തു. ദൈവമക്കൾ എന്നുള്ള ആ പദവി ദൈവം നമുക്ക് തന്നു. ആ പദവി പ്രാപിച്ച ദൈവമക്കൾ അടുത്തിരിക്കുന്നവൻ സ്തോത്രം പറയുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, അവൻ കൈയടിക്കുന്നു. നമ്മുടെ വിഷയമല്ല, നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആരാധനയ്ക്ക് പ്രായം തടസ്സമല്ല. 147 വയസ്സുള്ള യാക്കോബ് ദൈവത്തെ ആരാധിച്ചു. പൊസിഷൻ തടസ്സമല്ല. രാജാവ് പൂർണ്ണശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തിന് മഹത്വം. ആടെ ഞാൻ വിവരിക്കുന്നില്ല. അപ്പോൾ ഏലിയുടെ പിള്ളേരെ വിളിച്ചില്ല. അപ്പൊ ദൈവം വിളിക്കുന്നതെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കാ. ശമുവേലേ ഒരിക്കല് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിലെ ശൗലിനെ ദൈവം വിളിച്ചു. ശൗലേ. അപ്പൊ ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? ഉടനെ മറുപടി നമുക്കറിയാമല്ലോ, നീ ഉപദ്രവിക്കുന്ന നസറായനാകുന്നു യേശുവാ ഞാൻ. ഈ വിഷയം പൗലോസ് അല്ലെങ്കിൽ ശൗല് പിന്നീട് അഗ്രിപ്പാവിനോടും ബസ്തോസിനോടും ഒക്കെ പ്രസ്താവിക്കുന്ന വേളയിൽ പറയുകയാ, ഈ മാർഗക്കാരെ കൊന്നുകളയുവാൻ, മുടിച്ചു കളയുവാൻ യെരൂശലേമിൽ ചെന്ന് മഹാപുരോഹിതന്റെ അധികാരപത്രം വാങ്ങി വാഹനമൃഗത്തിന്റെ പുറത്ത് വാശിയോടെ വൈരാഗ്യത്തോടെ ഗലാത്യ ലേഖനം കൂടെ ചേർത്ത് പടഞ്ഞാൽ മതഭ്രാന്ത് കയറി എരിവുള്ളവനായി ഈ മാർഗക്കാരെ തകർത്ത് കളയുവാനായി അവൻ വാഹനമൃഗത്തിന്റെ പുറത്ത് വാശിയോടെ വന്നപ്പോൾ അവൻ ഡമസ്കസിന്റെ പടിക്ക വെച്ച് നട്ടുച്ച നേരത്ത് സൂര്യനേക്കാൾ കവിഞ്ഞ ഒരു പ്രകാശം അടിച്ചു. നമുക്കറിയാം, മൃഗത്തിന്റെ മേളിൽ നിന്ന് താഴെ വീണു, കണ്ണും പോയി. ചോദിച്ചു, നീ ആരാ കർത്താവ്? നീ ഉപദ്രവിക്കുന്ന നസറയനാകുന്ന യേശു. അവിടെ പൗലോസ് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, എന്നോടുകൂടെ പ്രയാണം ചെയ്ത ആരും വെട്ടവും കണ്ടില്ല, ശബ്ദവും കേട്ടില്ല. സ്തോത്രം. അത് ഞാനാ കേട്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, എല്ലാവരും ഒന്നും ഈ ശബ്ദം കേൾക്കത്തില്ല, എല്ലാവരും വെട്ടം കണ്ടെന്നും വരികയല്ല. പക്ഷേ അത് അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. മുന്നോട്ട് പോയേക്കാം. അബ്രഹാമിനെ ദൈവം വിളിച്ചു. അവിടെ വായിക്കുന്ന ഏകനായിട്ട് വിളിച്ചെന്ന, ഏകനായിട്ട്. ദൈവദാസനെ ഒന്നുകൂടെ ആ പദം ഒന്ന് വായിച്ചു. യെശയ്യാ പ്രവചനം 51-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. ഏകനായിട്ട് വിളിച്ചെന്ന. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയിങ്കിലേക്കും തിരിഞ്ഞു നോക്കുവേ, ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു. ഈ അബ്രഹാമിനെ ദൈവം വിളിച്ചെന്ന് പറഞ്ഞ് നമ്മൾ വായിച്ചങ്ങ് വിടും. ചെറിയ കാര്യമല്ല. ആരാ അബ്രഹാം? വാക്യങ്ങളെല്ലാം എടുത്ത് വായിപ്പിക്കാൻ നേരമില്ല, ചരിത്രവും എല്ലാം പറയാൻ നേരമില്ല. 2-3 കാര്യം പറയാം. ഈ വിളിച്ചെന്ന് പറയുമ്പോൾ ദൈവം വിളിച്ചു, പുള്ളി ഇറങ്ങി. നല്ല കാര്യമാണ്. വിളിക്കാൻ എന്നാ കാരണം? എൻ്റെ ഭാഷയെ പറയുക, ദൈവം തമ്പുരാൻ അബ്രഹാമിന്റെ ഹൃദയം നോക്കിയപ്പോൾ ഒരുമാതിരി ചൊവ്വുള്ള ഹൃദയവും കൂടാ.
നെഹമ്യാവ് 9:7 വായിച്ചു. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വിളിക്കാൻ പല കാര്യത്തിലും ഒരു കാര്യം ഒരുമാതിരി ചൊവ്വുള്ള ഒരു ഹൃദയമുണ്ട്. വായിച്ചേ. അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് അവനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് അവന് അബ്രഹാം എന്ന് പേരിട്ട ദൈവമായ യഹോവ നീ തന്നെ. അടുത്ത പദം, നീ അവന്റെ ഹൃദയം നിന്റെ മുൻപാകെ വിശ്വസ്തമായി കണ്ടു. അതായി വിളിക്കാനുള്ള ഒരു കാര്യം, സർവജ്ഞനായ ദൈവം, സർവശക്തനായ ദൈവം തന്റെ തൃക്കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ, അല്ലെങ്കിൽ സർവജ്ഞനായ ദൈവം അബ്രഹാമിന്റെ ഹൃദയത്തിലേക്ക് നോക്കിയപ്പോൾ, എന്റെ ഭാഷയാ, ദൈവത്തിന് മനസ്സിലായി ഇവനെ ഈ കുടുംബത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചാൽ ഇവൻ വിശ്വസ്തയോടെ നിൽക്കും. എന്തേലും കാണുമ്പോ, എന്തേലും തരുമ്പോ, എന്തേലും ഇങ്ങനെ ഏലാ കാണിക്കുമ്പോ ഇട്ടേച്ച് പോകുകയല്ലെന്ന്. ഇന്ന് പലരും പെന്തിക്കോസിൽ നിന്ന് തിരിച്ചു പോകുക. എന്നാ ഈ ആടിനെ വിൽക്കുന്ന ആൾക്കാർ കണ്ടിട്ടില്ലയോ? ആട് നടക്കുകയല്ല, അതിന് പ്ലാവലയായിട്ട് മുന്നേ എടുത്താൽ. ഈ പ്ലാവല ഈ ആടിന് കൊടുക്കത്തുമില്ല. അയ്യോ, പ്ലാവല കണ്ടുപോയ ഒത്തിരി അവന്മാരുണ്ട്. ഉണ്ടെന്ന് ഒരു കാര്യം ഇന്ന് രാത്രി പറയാം. ദൈവത്തിന്റെ മഹത്വം, നമ്മളെ പ്രാപിച്ചിരിക്കുന്ന വിശ്വാസവും പ്രത്യാശയും ശ്രേഷ്ഠമാണ്. നമ്മുടെ വിശ്വാസത്തെ പറ്റി കൊടുത്തിരിക്കുന്ന ഒരു പദമുണ്ട്. എന്താ നമ്മുടെ വിശ്വാസം? അയ്യോ, നമ്മുടെ വിശ്വാസത്തിന്റെ വിശേഷത ഇത് അതിവിശുദ്ധ വിശ്വാസമാണ്. യൂദാ 20 വായിച്ചോ. ഇന്ന് വേറൊരു നിലയിൽ അങ്ങ് പോവുക. മഴയല്ല അല്ലയോ? പോട്ടെ. യൂദാ 20. നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. നമ്മുടെ വിശ്വാസത്തിന്റെ വിശേഷത അതിവിശുദ്ധ വിശ്വാസമാണ്. ഇത് നമ്മുടെ വിശുദ്ധി കൊണ്ടല്ല, ഇത് വിശുദ്ധനിൽ നിന്ന് ലഭിച്ചതാ. എല്ലാവരിലും ശ്രേഷ്ഠനും വിശുദ്ധനുമാകുന്ന യേശു ക്രിസ്തു നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ വലിയവൻ, പാപമടിക്കാൻ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവൻ, ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, അകൃത്യമില്ലാത്തവൻ, കളങ്കമില്ലാത്ത ഒരേ ഒരുവൻ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. ആ ക്രിസ്തുവേശുവാകുന്ന വിശുദ്ധനിൽ നിന്ന് ലഭിച്ച വിശ്വാസമാകയാൽ ഇത് അതിവിശുദ്ധ വിശ്വാസം. ഇതിട്ടേച്ച് പോകരുതെന്ന മടങ്ങി വരാം. അപ്പൊ അബ്രഹാമിന്റെ ദൈവം നോക്കിയപ്പം ദൈവത്തിന് മനസ്സിലായി ഇവനെ ഈ കുടുംബത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചാൽ ഇവൻ വിശ്വസ്തയോടെ നിൽക്കും. അബ്രഹാമിനെ പറ്റിയൊക്കെ പറഞ്ഞ അബ്രഹാമിന്റെ കുടുംബം ഒരു വലിയ കുടുംബമായിരുന്ന, ഏതാണ്ട് 1800 ശിഷ്ടം അംഗങ്ങളുള്ള മകത്തായ ബൃഹത്തായ ഒരു വലിയ കുടുംബമായിരുന്ന ആ കുടുംബത്തിൽ നിന്നാ ദൈവം വിളിച്ചേ. വിളി കേട്ടപ്പോ അബ്രഹാം ഇങ്ങ് ഇറങ്ങി. നമ്മുടെ പല ആൾക്കാരും വിളി കേട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും പറയും ഞങ്ങളുടെ കുടുംബം ഏതാണെന്ന് അറിയാമോ? അങ്ങനെ പെട്ടെന്നൊന്നും ചാടി ഇറങ്ങി വരാൻ ഭാഷക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ ചോദിക്കും ഏത് കുടുംബോ? താഴെയിൽ കുടുംബം. എടാ, മേളിലത്തെ കുടുംബത്തിൽ നിന്ന് ഒരുത്തൻ ഇങ്ങോട്ട് വന്ന് പിന്നെ താഴെ കുടുംബത്തിൽ നിനക്ക് വരാൻ മേലെ. അല്ല, ഈ ഏരിയയിലുണ്ട് താഴെ കുടുംബം. തോസോട്ട് ഞാൻ അറിയത്തില്ലേ? ഉള്ള കാര്യമാ, കേട്ടിട്ടില്ലേ? നിങ്ങളിനി ആ കുടുംബത്തിലെ ആണോ? ചെല്ലു പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ചാടി ഇറങ്ങി, ഞങ്ങൾ താഴെ കുടുംബത്തിൽപ്പെട്ടതാ. നിന്നോട് ഇന്ന് രാത്രി പറയുക മേളിലത്തെ കുടുംബത്തിൽപ്പെട്ടയാളാ ഇങ്ങോട്ട് വന്നത്, ഇല്ലയോ? ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന നസറയനാകുന്ന യേശു ക്രിസ്തു വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ, വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോൻ, ആമേൻ, മനുഷ്യ ജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു. സാമേ, നിങ്ങൾ പാട്. വാഴ്ത്തിടുന്നു ഞാൻ, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു ഞാൻ എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ.
എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ, വാഴ്ത്തിടുന്നു. ആ വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ, ആമേൻ. വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ, ആമേൻ. മനുഷ്യ ജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ, ആമേൻ. മനുഷ്യ ജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താൻ. സാം അവിടെ ഇരുന്നോ, ഇനിയും പാട്ട് വരും. മോളമ്മ സിസ്റ്ററൂടെ പാടുന്ന നല്ലതായിരുന്നു. നിങ്ങൾ പാടി തളർന്നായിരിക്കും. ഉള്ളതാട്ടെ. അപ്പൊ ശ്രദ്ധിച്ചേ, അവര് പാടാത്തതിന്റെ കാര്യം ഞാൻ ഇച്ചിരി കൂടുതൽ പിച്ചി പോകുന്നതുകൊണ്ടാന്നാ അവര് പറയുന്നേ. ആന്നോ? നല്ല പിച്ചാ, ഹൈ പിച്ചെടുക്കും. അതെ. അപ്പൊ ശ്രദ്ധിച്ചേ, അബ്രഹാമിനെ ഏകനായിട്ട് ദൈവം വിളിച്ചു. വിളിക്കാനുള്ളതിന്റെ കാരണമാ ദൈവത്തിന് മനസ്സിലായി, ഇവനെ ഈ കുടുംബത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചാൽ ഇവൻ വിശ്വസ്തതയോടെ നിൽക്കും. എന്തായാലും കാണുമ്പോഴേ ഇട്ടേച്ച് പോകുകയല്ലെന്ന്. ആട്ടെ. അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞു വിട്ടാ പോരാ. അബ്രഹാമിന്റെ കൂടെ പശ്ചാത്തലം പഠിക്കണം. അതാ ഒന്ന് രണ്ട് കാര്യം. ഒന്ന്, അബ്രഹാമിന്റെ കുടുംബം ഏതാണ്ട് 1800 ശിഷ്ടം അംഗങ്ങളുള്ള മഹത്തായ ബൃഹത്തായ ഒരു വലിയ കുടുംബമാണ് അബ്രഹാമിന്റെ കുടുംബം. പക്ഷേ ദൈവം വിളിച്ചപ്പോൾ കുടുംബത്തിന്റെ മഹിമയൊന്നും നോക്കിയില്ല, കുടുംബത്തിന്റെ അംഗീകാരവും പുള്ളി നോക്കിയില്ല. നമ്മുടെ പല ആൾക്കാർ ഇപ്പൊ അങ്ങ് കുടുംബയോഗത്തിന് പോക്കാം. ഒരു കാലത്ത് ഇവന്റെ എല്ലാം വല്യപ്പനെ കുടുംബത്തിൽ നിന്ന് തല്ലി ഇറക്കി വിട്ടതാ. നിങ്ങൾക്കിതൊന്നും അറിയത്തില്ല. അന്ന് ഗതികേടും പരിവക്കേടും അതുകൊണ്ടെല്ലാം ഇറക്കി വിട്ടതാ. ഒരു കല്യാണം നടന്നാ വിളിക്കത്തില്ല, ചടങ്ങുണ്ടേ വിളിക്കുകയില്ല, സഹകരിക്കത്തില്ല, മിണ്ടുകയില്ല, മിറുങ്ങലിക്കുകയില്ല. എന്നാ ബെന്തിക്കോസില് അല്ലെ വേർപാടിലാന്നും ബെന്തിക്കോസിലാന്നും പറഞ്ഞ് വിട്ടതാ. എന്തിനേറെ ഇപ്പോഴത്തെ മാർത്തോമക്കാരുടെ ചരിത്രവും എടുത്തേ. സൈമൺ സാറിനെ ഇറക്കി വിട്ടതല്ലയോ? അത് വേറൊരു വിഷയം. അവിടുന്ന് പുലാത്തിനെ വിളിച്ച് ഇറക്കി വിട്ടതാ. വിസ്തരിച്ചേച്ചേ ഇറക്കി വിട്ട ആൾക്കാർ പിന്നെ തിരിച്ചു വിളിച്ച് വേറൊരു വിഷയം തെളിയിക്കാൻ. അത് വേറൊരു ചരിത്രം, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഒരു കാലത്ത് പിതാക്കന്മാരെ എല്ലാം പേപ്പട്ടിയെ പോലെ ഓടിച്ചതാ. പക്ഷെ അവര് ആ സത്യത്തിന് വേണ്ടി നിന്നു. ഇപ്പൊ രണ്ടാം തലമുറ മൂന്നാം തലമുറയായപ്പോൾ രണ്ടാം തലമുറയിലെ അച്ചായനെ മൂന്നാം തലമുറയിലെ ബ്രദറിനെ ഇപ്പൊ കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ് ആക്കി. അതുകൊണ്ട് അവനിപ്പോ സഭായത്തിന് പോലും എന്നെ എല്ലാവർക്കും ഒരു പരുവക്കേട് പോലെ. ചില പരുവക്കേട് നല്ലതാ. നമ്മള് ഇപ്പൊ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുക. എന്നാൽ അബ്രഹാം കുടുംബത്തിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. ഞാൻ വലിയ കുടുംബത്തിൽപ്പെട്ടയാളാ, അംഗബലമുണ്ട്, ആൾബലമുണ്ട്, വലിയ പുള്ളിക്കാരാന്നൊന്നും അബ്രഹാം ചിന്തിച്ചില്ല. ദൈവം വിളിച്ചപ്പോൾ അബ്രഹാം ഇറങ്ങി തിരിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒന്ന്, കുടുംബം വലിയ കുടുംബമാണ്. രണ്ട്, അബ്രഹാമിന്റെ വിശേഷതയാ. രണ്ട്, അബ്രഹാം ഈ മെസപ്പൊത്തോമിയയിൽ നിന്നാ വന്നത്. മെസപ്പൊട്ടോമിയ ലോക സംസ്കാരത്തിൽ നമ്പർ 1 മെസപ്പൊട്ടോമിയൻ സംസ്കാരം. നമുക്കറിയാം, പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ മോഹൻജിദാരോ ഹാരപ്പായൊക്കെ നമ്മൾ പഠിച്ചതാ. എന്നാൽ സംസ്കാരത്തിന്റെ അമ്മത്തോട്ടിലാ ഈ മെസപ്പൊട്ടോമിയൻ സംസ്കാരം. അപ്പോൾ സംസ്കാര സമ്പന്നമായ മെസപ്പൊത്തോമിയയിൽ നിന്ന് അബ്രഹാം ഇറങ്ങി തിരിച്ചത്. നമുക്ക് ചില സംസ്കാരവും സ്റ്റാൻഡേർഡും വന്നാൽ പിന്നെ പുറകോട്ട് പോകാൻ നമ്മൾ യാതൊരു താല്പര്യമില്ല. ചില പറയുന്നത് കേട്ടില്ലയോ, നമ്മുടെ സ്റ്റാൻഡേർഡ് ഇപ്പോഴായി ചില സ്റ്റാൻഡേർഡൊക്കെ കാക്കക്കേടൊക്കെ ഇപ്പം മാറിയതാ. ഇതിപ്പോ കാണുമ്പോൾ അറിയാമല്ലോ, ഇപ്പോഴായി കാക്കക്കേടല്ല മാറിയതെല്ലാം പരുവക്കേടായിരുന്നു. അല്ല, എല്ലാം മാറുമല്ലോ. പക്ഷേ പഴയതൊന്നും മറക്കരുത്. അബ്രഹാം വലിയ സംസ്കാര സമ്പന്നമായ മെസപ്പൊട്ടോമിയ ജീവിച്ചവനാ. പക്ഷേ ദൈവം വിളിച്ചപ്പോൾ ആ സംസ്കാരത്തെ വലുതായി കണ്ടില്ല.
അല്ല, അങ്ങനെയാണല്ലോ ഇന്ത്യയിൽ വിശേഷിച്ച് കേരളത്തിൽ വന്ന മിഷണറി വീരന്മാരെല്ലാം. നോയൽ സാഹിബും ജോർജ് സാഹിബും ബർഗർ സാഹിബും അതുപോലെ തന്നെ മേരി ചാമ്മാനും കുക്കു സാഹിബും നാഗൽ സാഹിബും, അന്ന് എത്രയോ മിഷണറി വീരന്മാര്. അവരിൽ എത്രയോ നല്ല സംസ്കാര സമ്പന്നമായ രാജ്യത്തിൽ നിന്ന് അതെല്ലാം വിട്ടേച്ച് ഈ യേശുവിനെ കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നേ. ദൈവത്തിന് മഹത്വം. കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടതാ, ഒന്നുകൂടെ ആവർത്തിക്കുക. കുക്കു സാഹിബ് വന്നപ്പം ഒരു അമ്മ, കുമ്പനാട്ടുള്ളൊരു അമ്മയാ, വെള്ളിക്കര ചോദിയുടെ അമ്മയാന്നാ പറയുന്നത്. കപ്പ പുഴുങ്ങിയത് മുളകുടച്ചതും കൊടുത്തു. മുളകുടച്ചത് സാഹിബ് വിശന്നാ വന്നെ, പെട്ടെന്ന് ഇതങ്ങ് തിന്നപ്പോൾ ഊത്തലെടുത്ത് സാഹിബ് കരണം പൊട്ടി വല്ലതും തിന്നിട്ടുണ്ട്. ന്യൂയോർക്കിലോടാ കരണം പൊട്ടി, ഊത്തലെടുത്ത് തൂപ്പാട് വന്ന് അവസാനം സാഹിബ് പറഞ്ഞെന്നാ പറഞ്ഞത്, ഈ മരം എത്രയും പെട്ടെന്ന് വെട്ടാൻ. അല്ല, അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടവരാ. നാരകത്താനി യോഗം നടക്കുമ്പോൾ വലിയ യോഗം നടക്കുക. അപ്പോൾ ഇതുപോലെ മഴ പെയ്തു. അന്നൊക്കെ വെച്ചിരുത്തും വൈരാഗ്യവും ഉണ്ടല്ലോ. അപ്പോൾ പ്രധാനപ്പെട്ട ആൾക്കാരല്ല ആ യോഗം നടന്ന വീട്ടിലെ ധനവാന്റെ വീട്ടിലോട്ട് അങ്ങ് ഓടിക്കേറി. അപ്പൊ അത് വലിയ വീടാ, എല്ലാവരും കയറി. സാധുക്കളാകുന്ന ആൾക്കാർക്ക് അന്നൊക്കെ ഉണ്ട്. അവര് തൊഴുത്തിലോട്ട് ചെന്ന് കയറി, എരുത്തില് എരുത്തിൽ കയറി. വലിയ പുള്ളിക്കാരെല്ലാം വലിയ വീട്ടിലോട്ടും കയറി. കുക്കു സാഹിബ് അവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. മഴ ഇതുപോലെ കഠിനമായി, ഇതുപോലെ പന്തലും സജ്ജീകരണമില്ല. അപ്പോൾ പലരും ചിന്തിച്ചു, സാഹിബ് എങ്ങോട്ടായിരിക്കും കയറുന്നേ? എന്തിനാ സാഹിബിന്റെ കാര്യം, നമ്മൾ അങ്ങോട്ടായിരിക്കും കയറുന്നേ? സത്യം നെഞ്ചത്തെ കൈവച്ച് സത്യം പറയണം. സത്യം എന്നുള്ളത് ഇല്ലല്ലോ, അത് 34 അറബിക്കടൽ കടന്നുപോയി. അതാ അവരുടെ ദർശനമാ. എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ കുക്കു സാഹിബ് എരുത്തിലോട്ട് ചെന്ന് കയറി. അതാ ദർശനം. സ്തോത്രം. ആരോട് പറയാനാ? അപ്പൊ അവരൊക്കെ ദീർഘ ദർശനം പ്രാപിച്ച യേശുവിനെ കണ്ട് അനുഭവിച്ചവരാ. അപ്പൊ അബ്രഹാം കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, വിളി കേട്ട് കഴിഞ്ഞപ്പോൾ അബ്രഹാം സംസ്കാരത്തെ വലുതായിട്ട് കണ്ടില്ല. ആ മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തെക്കാൾ വലുത് ആത്മീക സംസ്കാരമാണ്. 3 അബ്രഹാമിന്റെ വിശേഷത, അബ്രഹാം പട്ടണവാസിയാ. കൽദയ പട്ടണമായ ഊര്. അപ്പൊ ടൗണിൽ ജീവിച്ചയാളാ, പട്ടണവാസിയാ. നമ്മൾ പട്ടണത്തിൽ ജീവിച്ചു പിന്നെ കുഗ്രാമത്തിലോട്ട് പോകുമോ? തോമസ് ഊട്ടിച്ച പോകും. എങ്ങനെയും കുറച്ചുകൂടെ ടൗണിലോട് അടുത്ത്. പക്ഷേ അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ടപ്പോൾ ആ പട്ടണത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത് അങ്ങോട്ട് എവിടോട്ട് പോകുന്നെന്ന് അറിയാനാ ഇറങ്ങിയത്. 4 അബ്രഹാമിന്റെ വിശേഷത കൽദയ ജാതി. അവരെ പറ്റി ഹബക്കൂക്കിന്റെ പ്രവചനത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് ഈ ജാതിയുടെ വിശേഷത, ഇല്ലയോ? 1:7 വായിച്ചേ, പെട്ടെന്ന് വായിച്ചു. അവർ ഘോരവും ഭയങ്കരവുമായുള്ള 6 മുതൽ വായിച്ചു. 5 ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയരെ ഉണർത്തും. ഈ ജാതിയുടെ വിശേഷതയാ ഉഗ്രതയും വേഗതയും. അല്ല തളതളാന്ന് കിടക്കുകയല്ല. നമുക്ക് ഒരു വേഗതയില്ല, ഉഗ്രതയില്ല. സ്തോത്രം കേട്ടാൽ തന്നെ ഇപ്പൊ അഡ്മിറ്റ് ആക്കാൻ ഹോളുള്ളൂ. ഏതാന്നോ എന്നെ പപ്പടമായി കിടക്കുകയാന്നോടാ ഹോളുള്ളൂ. ചിലര് സ്തോത്രം പറയുന്ന ഷൂള പഠിക്കുമല്ലോ. ഇതിനെയൊക്കെ എന്നാ ചെയ്യാന്? കൽദയ ജാതിയുടെ വിശേഷത, ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയരെ ഉണർത്തും. കൽദയരുടെ ആ ജാതിയിൽ നിന്ന് അബ്രഹാം ഇറങ്ങിയത്. ഈ ദൈവം തമ്പുരാൻ നോക്കുമ്പോ ചൂടും ചുണയൊക്കെ നോക്കും കേട്ടോ. അങ്ങനെയുള്ളവരെ കൊണ്ട് ദൈവം വല്ലതും ചെയ്യിപ്പിക്കുള്ളൂ. സ്തോത്രം. കർത്താവ് ഇങ്ങനെ ഗലീലയിലൂടെ നടന്നു വന്നപ്പം 2 പേര് വീശുന്നു. അങ്ങനല്ലേ എഴുതിയേക്കുന്നേ. മീനൊന്നും കിട്ടുന്നില്ല, പക്ഷെ കൈ കളക്കാതെ. അപ്പൊ യേശുവിന് മനസ്സിലായി ഇവര് ശുശ്രൂഷയ്ക്ക് കൊള്ളാം. അല്ല, മീൻ കിട്ടിയില്ലെന്ന് പറഞ്ഞ് വലയം വെച്ച് അവിടെ കുത്തിയിരിക്കുകയാന്നു. പിന്നെയും വീശുക. യേശുവിന് മനസ്സിലായി കൊള്ളാം, വരാൻ പറഞ്ഞു 2 എണ്ണം. പിന്നെ അങ്ങോട്ട് ചെന്നപ്പോ 2 പേര് വല നന്നാക്കുന്നു. വരാൻ പറഞ്ഞു.
കർത്താവിന്റെ ഉന്നമൊന്നും തെറ്റുകയല്ല, ഉന്നമൊന്നും തെറ്റുകയല്ല. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പത്രോസ് വലയെടുത്തൊരു ഒറ്റ വീശ് 3000 എണ്ണം. ഉന്നം തെറ്റിയോ? നമ്മൾ 3000 വീശിയിട്ട് ഒരെണ്ണം. അതുകൊണ്ട് നമ്മൾ ഫേസ്ബുക്കിലും അങ്ങനെ ദീർഘവർഷങ്ങളായി ഞാൻ ഉള്ളതുകൂടെ പോയി. കർത്താവിന് ഒന്നും തെറ്റ് പറ്റത്തില്ല. വീശാൻ മിടുക്കനാ, ഒറ്റ വീശ് 3000. മറ്റവർ രണ്ടുപേരും വല നന്നാക്കുക. യോഹന്നാന്റെ 3 ലേഖനവും ഒക്കെ ചേർത്ത് പഠിച്ചാൽ വലയ്ക്കകത്ത് കയറിയ മീനെ തകർക്കാൻ വന്നപ്പോൾ ദുരുപദേശക്കാരെ അടച്ചു പൂട്ടി വല നന്നാക്കി. വല നന്നാക്കി വെച്ച് പറഞ്ഞ് ഇവന്മാരോട് മിണ്ടുക പോലും ചെയ്യരുതെന്ന്. ഈ പേര് പറഞ്ഞ് ഈ നാമത്തിൽ വരുന്നവനോട് നന്നായിട്ട് വല കെട്ടി. ഇതിനകത്ത് കയറുന്നവൻ വെളിയിൽ പോകരുത്. അതാ ഞാൻ പറഞ്ഞ കർത്താവ് നോക്കുന്നതൊക്കെ നല്ല അങ്ങനെയൊക്കെ ഉത്സാഹം ഉണ്ടോന്നാ. ഏലിയാവ് ഇങ്ങനെ പോയപ്പോ ഒരുത്തൻ 12 ആളെ വെച്ച് കൂടുന്നു. 12ാമത്തെ ആളെയാ ഏലിയാവ് പുറപ്പെടുത്തു. ഒറ്റ സൂക്ഷം പുറപ്പന്റെ ദേഹത്ത് നമ്മൾ എത്തുവേണ്ട പുറപ്പെട്ടു. ഒറ്റയൊരുത്തന്റെ ദേഹത്ത് വീണിട്ടില്ല. ലോറി കണക്കിന് പുറപ്പിറക്കുന്നതല്ലാതെ പുറപ്പിന്റെ ഫോട്ടോയും ലോറിയുടെ ഫോട്ടോയും എല്ലാം കൊടുക്കുന്നുണ്ട്. ഇന്ന് വരെ ഒറ്റയൊരുത്തന്റെ ദേഹത്ത് വീണിട്ടുമില്ല. കാരണം ഉന്നമില്ല. 5 കല്ല എടുത്തത്, പക്ഷെ ഒന്നേ എടുക്കേണ്ടി വന്നോള്. നല്ല ഉന്നം. നമ്മളാന്ന് 1 ലോഡ് കല്ലിറക്കിയിട്ടും കൊള്ളുന്നില്ല. അവസാനം അവൻ അതിലൊരു കല്ലെടുത്ത് നമ്മക്കിട്ട് ഒരേറ്. നമ്മൾ പിന്നെ 3 ആഴ്ച യോഗത്തിനും വരുന്നില്ല. എന്നാ പറ്റി ചോർച്ച? ആ യോഗം കഴിഞ്ഞ പിന്നെ 6-ാം മാലിക്കൊരു ചാചെറിഞ്ഞ് താഴെ ഇട്ടതാണ്. ഉന്നമുണ്ടായിരിക്കണം. അപ്പൊ ഏലിയാവ് പൊനപ്പെടുത്തിട്ട് സൂക്ഷം എലീശയുടെ ദേഹത്ത് പൊലപ്പ് വീണ ഉടനെ പുള്ളി ഒഴവങ്ങ് നിർത്തി. നമ്മളാന്നെ പൊലപ്പ് മടക്കി വെച്ചിട്ട് വീണ്ടും പുള്ളി ഒഴവ് നിർത്തി. നിർത്തിയപ്പോൾ ഏലിയാവ് ഉടനെ പുള്ളി കരയ്ക്കോട്ട് കയറി. മാനസാന്തരം നല്ലതാ. അന്നേരം കാളെ കണ്ടിച്ചു, കലപ്പയും വെട്ടി കയറി. നമ്മളാന്നെ കലപ്പ പറണയിലും വെക്കും, എരുത്തിൻ്റെ അവിടെയും വെക്കും. കാളെ അപ്പുറം ഒറ്റയ്ക്കും കൊടുക്കും. ചോർച്ച ഞാൻ കുമ്പനാട്ട് പോകും, അഡ്മിഷൻ കിട്ടിയില്ലേ തിരിച്ചു വരും, അല്ലെ ഓർഡിനേഷൻ തന്നില്ലേ ഞാൻ തിരിച്ചു വരും, നല്ല സഭ കിട്ടിയില്ലേ ഞാൻ അന്നേരം എൻ്റെ കലപ്പ എൻ്റെ കാളെ. അങ്ങനല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നേ. എലീശായുടെ മാനസാന്തരം അന്നേരം കലപ്പ വെട്ടിക്കീറി. ഇനി പണിക്കില്ലെന്ന് കാളെ അന്നേരം തുണ്ടം കണ്ടിച്ചു. എന്ന് പിന്നെ ഒരു അനുമാനം, ഞാൻ അച്ചായനോടൊന്ന് പറഞ്ഞേച്ച്, അത് ന്യായമാണ്. അപ്പൊ ഏലിയ പറഞ്ഞു പോയി പറഞ്ഞേച്ച് വരാം. പുള്ളി പറഞ്ഞേച്ച് വരികയും ചെയ്തു കേട്ടോ. നമ്മൾ അച്ചായനോട് പറയാൻ പോയിട്ട് പിന്നെ സ്വിച്ച് ഓഫാ. വിളിക്കുമ്പോഴെല്ലാം എലീശ പരിധിക്ക് പുറത്ത്. അല്ലെങ്കിൽ പറയും എലീശ ഇപ്പൊ പ്രതികരിക്കുന്നില്ല. ഇതൊക്കെ അല്ലേ നടക്കുന്നേ. എലീശ അങ്ങനല്ല. ദൈവത്തിന് മഹത്വം. അവൻ തിരിച്ചു വന്ന് 2 പേരും കൂടെ പോകുക. ബദേലി വന്നു, ഗിൽഗാലി വന്നു. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. ഗിൽഗാലിലും ബദേലിലും എരിഹോവിലൊക്കെ വന്നപ്പോൾ ചോദിച്ചു, തിരിച്ചു പോകുന്നു? തിരുമ്പോ നിന്നാണ്, ജീവനാണ്, ഞാൻ പുറകോട്ട് പോകുന്ന കാര്യമില്ല. പിന്മാറുന്നവകൾ എന്റെ ഉള്ളത്തിനവന് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ അല്ല. അതുകൊണ്ടാണ് എടുക്കപ്പെടുന്ന കണ്ടത്. അഗ്നി അശ്വങ്ങളും രഥങ്ങളും എല്ലാം കൂടെ ഇറങ്ങിഞ്ഞോട്ട് വന്നപ്പം അവിടെ ഞാൻ വിവരിക്കുന്നില്ല. അപ്പൊ ഉത്സാഹം വേണം. അബ്രഹാമിനെ വിളിക്കാൻ ദൈവത്തിന് മനസ്സിലായി, ഇവൻ കൽദയ ജാതിയിൽപ്പെട്ടവനാ. ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയരെ വരുത്തു. അടുത്ത വാക്യം, അവർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന്. അവര് അങ്ങനെ തങ്ങളുടെ അല്ല, അവർ വെട്ടിപ്പിടിക്കുമെന്ന്. സ്തോത്രം. ഞാൻ ഇന്ന് വചനത്തിന്റെ ചുറ്റാകെ വേറൊരു അന്തരീക്ഷത്തിലാ പോകുന്നത്. അവൻ വെട്ടിപ്പിടിക്കും. ദേശം വിശാലമാ, നീ വെട്ടിപ്പിടിക്കണം. ആത്മാക്കളെ നേടണം. ഞാനൊരു കാര്യം പറയാം, വീടുകളൊക്കെ നോക്കി വിശ്വാസത്തിന്റെ വാക്ക് പറയണം. സ്തോത്രം. വിശ്വാസത്തിന്റെ വാക്ക് പറയണം. എന്തോ ചെയ്യാന്ന് ചോദിച്ചാൽ നല്ല സന്തോഷത്തോടെ കർത്താവിന്റെ വേലയാന്ന്. ഇത് ചിലരോട് ചോദിക്കുക, എന്തോ ചെയ്യുന്നു? ഒന്നുമില്ല. ഇങ്ങനെ ഇപ്പൊ എന്നാ ചെയ്യുന്നു?
ഇപ്പം എങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇങ്ങനെ. എന്നാലും ഇടയ്ക്ക് സുവിശേഷ വേലയ്ക്ക് ഈ സുവിശേഷ വേല ഏറ്റവും ശ്രേഷ്ഠമല്ലേ? അതിനല്ലേ പ്രാധാന്യം കൊടുക്കണ്ടേ? കർത്താവിൻ്റെ വേല അത് പതുക്കെയാ പറയുന്നത്. ഏറ്റവും ശ്രേഷ്ഠമേറിയ വേലയായത് ദൈവത്തിന് മഹത്വം. അപ്പോൾ എലീശ ഇവര് അബ്രഹാമിന്റെ കുടുംബം ഈ കൽദയ ജാതിയ, ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായി കൽദയ വരുന്നത് അവർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലം കൈവശമാക്കും. വെട്ടിപ്പിടിക്കണം. അടുത്തത് ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കുന്നു. ചുമ്മാ ഒരു സ്ഥലത്ത് കുത്തിയിരിക്കുകയല്ല, ചൊറിയും കുത്തി ഒരു സ്ഥലത്ത് പമ്മി ഇരിക്കുകയല്ലെന്ന്. ഒന്നുകൂടെ പദമൊന്ന് വായിച്ചേ. ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കുന്നു. അവർ അടങ്ങിയിരിക്കത്തില്ല, ഇങ്ങനെ നീളെ സഞ്ചരിക്കും. പിന്നെ അവർ ഘോരവും ഭയങ്കരമുള്ളവർ. പിന്നെ അവരുടെ ന്യായവും ശ്രേഷ്ഠതയും അവരിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവരൊരു കാര്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ. ഒരു കാര്യം പറഞ്ഞ അവരുടെ ന്യായവും ശ്രേഷ്ഠതയും അവരിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവരൊരു കാര്യം പറഞ്ഞ അങ്ങനെ തന്നെ. ഞാൻ ഇന്ന് രാത്രി ദൈവമക്കളോട് പറയാ, നീ ഓരോ വീടിനെ ചൂണ്ടിപ്പറയണം, ഈ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം. അത് അങ്ങനെ തന്നെ. എൻ്റെ കുടുംബം വിടുവിക്കപ്പെടും, എൻ്റെ സഹോദരങ്ങൾ രക്ഷിക്കപ്പെടും, ഈ ദേശം വിടുവിക്കപ്പെടും, ആത്മാക്കൾ വിടുവിക്കപ്പെടും പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. വിശ്വാസത്തിന്റെ വാക്ക് പറയണ. അവരുടെ ന്യായം നേരുവല്ല അവരിന്ന് പുറപ്പെടുന്ന. അടുത്ത വാക്യം. അവരുടെ കുതിരകൾ പുള്ളിപ്പുലികളെക്കാൾ വേഗതയും അത്രയ്ക്ക് വേഗതയാ. പിന്നെ വൈകുന്നേരത്തെ ചെന്നായ്ക്കളെക്കാൾ ഉഗ്രതയുമുള്ളവ. അടുത്തത്. അവരുടെ കുതിരച്ചേവകർ ഗർഭിച്ചോടിക്കുന്നു. പിന്നെ അവരുടെ കുതിരച്ചേവകർ ദൂരത്തു നിന്ന് വരുന്നു. തിന്നുവാൻ ബന്ധപ്പെടുന്ന കഴുകനെ പോലെ അവർ പറന്നു വരുന്നു എന്ന് പറഞ്ഞ് ഈ വാക്യങ്ങളെല്ലാം അങ്ങോട്ട് പഠിച്ചാൽ നല്ല തീഷ്ണതയും ചടുലതയും പ്രസരിപ്പും ഒക്കെ ഉള്ളതാ കൽദയ ജാതി. ആ ജാതി എന്നാണ് ദൈവം ഒരുത്തനെ വിളിച്ചേ. അപ്പൊ 1 അംഗബലമുള്ള കുടുംബം, 2 സംസ്കാര സമ്പന്നമായ മെസൊപ്പൊട്ടോമിയ, 3 പട്ടണത്തിൽ ജീവിച്ച ആള്, 4 ഉഗ്രതയും വേഗതയുമുള്ള ജാതി കൽദയ ജാതി, 5 ഒത്തിരി ഉണ്ട് വിശേഷത. അതുകൂടെ പറഞ്ഞു വിട്ടേക്ക. 5 കാര്യം ഒരു കണക്കായിക്കോട്ടെ. 5 ഇതുപോലെ അറിവും ജ്ഞാനമുള്ളൊരു ജാതി. അതാ കൽദയരുടെ ഭാഷയും വിദ്യ അഭ്യസിപ്പിച്ചത് ദാനിയേൽ പ്രവചനത്തിൽ. അത് മെച്ചപ്പെട്ടതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒത്തിരി വിശേഷതയുള്ള ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. പക്ഷെ അബ്രഹാം ഈ പറയപ്പെട്ട കുടുംബശ്രേഷ്ഠതയോ ആൾബലമോ വിദ്യാ നിപുണതയോ മറ്റ് വൈശിഷ്ട്യമൊന്നും വലുതായി കണ്ടില്ല. എന്നാ കാര്യം? അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ടപ്പോൾ ഇറങ്ങാൻ കാരണമെന്നാ? അത് പുതിയ നിയമത്തിൽ ഇങ്ങനെ ഒരു പദം നമുക്കെല്ലാം മനപ്പാഠമാ. ഈ കുടുംബശ്രേഷ്ഠത വലുതായി കാണാഞ്ഞത്, പട്ടണത്തിലെ ജീവിതം വലുതായി കാണാഞ്ഞത്, സംസ്കാരത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാഞ്ഞത്, ഉഗ്രതയ്ക്കും വലിയ പ്രാധാന്യം കൊടുക്കാഞ്ഞതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1-2 തിരുവഴുത്ത്. അറിവുള്ള വാക്യം എങ്കിലും ബഹുമാന്യ കർത്തദാസൻ ഒന്ന് വായിച്ച് സഹായിച്ചിട്ട് അപ്പോസ്തല പ്രവൃത്തി 7-ന്റെ 1-2 വായിക്കാം. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതന്മാർ ചോദിച്ചവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേട്ടുകൊള്ളുവീൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുമ്പ് മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവത്തെ കണ്ടു. ഇന്ന് രാത്രി ഇതെല്ലാം വിട്ടേച്ചിറങ്ങാൻ കാര്യം എന്നാണെന്നറിയാമോ? അബ്രഹാം തേജോമയനായ ദൈവത്തെ കണ്ടു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, സത്യദൈവത്തെ കണ്ടാൽ, തേജോമയനായ ദൈവത്തെ കണ്ടാൽ, ദൈവത്തിന്റെ വചനം കേട്ടാൽ, ദൈവത്തിന്റെ വചനം വിശ്വസിച്ചാൽ, ദൈവത്തെ കണ്ടാൽ നിനക്ക് നിന്റെ കുടുംബശ്രേഷ്ഠതയോ വിദ്യാഭ്യാസമോ അത് മറ്റ് പഠകമോ പഠിപ്പോ അത് തെറ്റാന്നല്ല, അതൊന്നുമല്ല വിഷയം. നമുക്ക് വിഷയം തേജോമയനായ ദൈവമാണ്. ദൈവത്തിന്റെ മഹത്വം. ഞാൻ മുമ്പോട്ട് ഓടിച്ചങ്ങ് പോകുകയാ. അബ്രഹാമിൽ നിന്ന് ഇസഹാക്ക്, ഇസഹാക്കിൽ നിന്ന് യാക്കോബ്, യാക്കോബിൽ നിന്ന് 12 ഗോത്രപിതാക്കന്മാർ. ഇവര് ഗോശേൻ ദേശത്ത് യോസേഫിന്റെ കാലത്ത് വന്ന് 70 പേര്. ദൈവം ഇവര് ഇനി ഓടിച്ചങ്ങ് പോകുകയാ, സമയം പോകുന്നത് കൊണ്ട്. ഇവരെ ദൈവം ഈ സ്ഥലത്ത് കൊണ്ട് പാർപ്പിച്ചു. ഒടുവിൽ ദൈവം ഇവരെ വർദ്ധിപ്പിച്ചു. 70 എന്നുള്ളത് 7 ലക്ഷത്തിൽ കൂടുതലായി. ഒടുവിൽ നമുക്കറിയാം, യോസേഫിനെ അറിയാത്തൊരു രാജാവ് എഴുന്നേറ്റെന്ന. അന്ന് മുതൽ പീഡകൾ തുടങ്ങി. പീഡ നിമിത്തം നിലവിളിച്ചു. ദൈവം ഇവരെ ഉത്തരിച്ചു. മോശയെ അതിന് തെരഞ്ഞെടുത്ത് പ്രവചന പുസ്തകത്തിൽ വായിക്കുന്നത് മോശയും മിരിയാമും അഹരോനും ചെന്നെന്ന.
9 ബാധ വിട്ടിട്ട് മാനസാന്തരം പറഞ്ഞ ഫറവോന് ദൈവം സന്ദർശിച്ച് 10ാമത്തെ സംഹാരബാധ ഒരു കുഞ്ഞാടിനെ ഏറത്ത് ചോരത്തിൽ യാചരിച്ചു. ഇസ്രായേലിൽ രക്ഷപ്പെടുവാനിടയായി. 2 പേര് ചെങ്കടൽ കടന്നു, അത് സ്നാനം. അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മറുകര കയറി മരുഭൂമിയിലേക്ക് പ്രയാണം തുടങ്ങി. ഏതാണ്ട് 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ച ഇവര് കനാനിലോട്ട് വരുന്നത്. ഇതിനിടയ്ക്ക് മിടുക്കന്മാരെല്ലാം പാട്ടുപോയി. അവിടെ ഒരു പദമുണ്ട്, മുടിഞ്ഞു പോയെന്ന് എഴുതിയേക്കുന്നത്. പദം എനിക്ക് പേടിയാ, എന്നാലും വായിച്ചോ. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-14. നല്ലൊരു പ്രയോഗമല്ല കൊടുത്തേക്കുന്നത്, എന്നാലും വായിച്ചോ, കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. ആവർത്തനം 2:13-14. ഇപ്പോൾ എഴുന്നേറ്റ് സെരേദോട് കടപ്പിൻ. ഇപ്പോൾ എഴുന്നേറ്റ് സെരേദോട് കടപ്പിൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം സെരേദോട് കടന്നിരിക്കുന്നു. നാം കാദേശ് ബർന്നയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ സെരേദോട് കടക്കുമ്പോഴേക്കുള്ള കാലം 38 സംവത്സരമായിരുന്നു. അതിനിടയിൽ യോദ്ധാക്കളാകുന്ന തലമുറയൊക്കെ യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പ്രളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. അതാ എനിക്ക് പേടി, പദം പറയാൻ പേടിയാ, പക്ഷെ പറയാതിരിക്കാനൊക്കെ പുസ്തകത്തിൽ എഴുതിയതാ. മുടിഞ്ഞു പോയെന്നാ. ഒന്നുകൂടെ ഉണ്ട് മുടിഞ്ഞെന്ന്, വായിച്ചേ. അവർ മുടിഞ്ഞു തീരും വരെ. പിന്നെ എഴുതിയെല്ലാം മുടിഞ്ഞു പോയെന്നാ. മുടിക്കാനാണോ ദൈവം നിന്നെ വിളിച്ചേ? പിന്നെ എന്നാ മുടിയാൻ കാരണം? നശിപ്പിക്കാനാണോ ദൈവം നിന്നെ വിളിച്ചിറക്കിയേ? അല്ല. പിന്നെ എന്നാ നശിക്കാൻ കാര്യം? തകർത്ത് കളയാനാണോ ദൈവം നിന്നെ വിളിച്ചത്? അല്ല. പിന്നെ എന്നാ തകരാൻ കാര്യം? ഒറ്റ വാക്കി പറയാം, ദൈവപ്രമാണത്തിൽ നിൽക്കണം. ദൈവപ്രമാണത്തിൽ നിൽക്കാതെ ആര് പോയാലും അവരെ ദൈവം ഇടപെടും. അങ്ങനെയൊക്കെ ഇപ്പൊ പറയുന്നുള്ളു. ഇവര് മുടിഞ്ഞു പോയെന്ന. ഒന്നുകൂടെ വാക്യം വായിച്ചേ കർത്താവിന്റെ ദാസനെ. നാം കാദേശ് ബർന്നയിൽ നിന്നും പുറപ്പെട്ടത് മുതൽ. ഇപ്പോൾ എഴുന്നേറ്റ് സെരേദോട് കടപ്പനെന്ന് കൽപ്പിച്ചതുപോലെ നാം സെരേദോട് കടന്നിരിക്കുന്നു. നാം കാദേശ് ബർന്നയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ സെരേദോട് കടക്കും. കാലം 38 സംവത്സരമായിരുന്നു. 38 സംവത്സരമായിരുന്നു. 38 കൊല്ലം വിട്ട് കറക്കി. 38 കൊല്ലം, 1-2 കൊല്ലമല്ല. ചില സഹോദരിമാരൊക്കെ പറഞ്ഞു കേട്ടില്ല, പക്ഷേ എത്ര കൊല്ലമായിട്ട് ഞാൻ കിടന്ന്. ഉടനെ ഒരു കരച്ചിലുവാ. ഇവിടെ 38 കൊല്ലം കിടന്ന് കറങ്ങുക. 1-2 ചില സഹോദരിമാരെന്റെ പാസ്റ്റർ, ഞാൻ ജനിച്ചപ്പോ നല്ല വീട്ടിലാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ ഒന്നും അറിയാൻ മേല. ഞാൻ നല്ല വീട്ടിലാണ് ജനിച്ചത്, ഒരു കുഴപ്പമോ അല്ലേലും ഒന്നുമില്ലായിരുന്നു. പക്ഷെ എൻ്റെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ കിടന്ന്. അല്പം കൂടെ സാമർഥ്യമുള്ള സഹോദരിമാരുണ്ട്, ഇവിടെയും കാണും. എൻ്റെ മാസ്റ്റർ ഇയാളുടെ കൂടെ എന്നുകൂടി അന്ന് മുതൽ ഞാൻ കിടന്ന്. എന്നിട്ടും ബൈക്കിൻ്റെ പുറകെ കയറിയിരിക്കുക. അങ്ങനെ ഉണ്ട്. അപ്പൊ ഇങ്ങേരുടെ കൂടെ കൂടി അന്ന് മുതൽ, എന്നാലും പുറകെ വെച്ച് ഉരുട്ടിയിടാതെ കൊണ്ട് നടക്കുന്നില്ല. അഭിനന്ദിക്കുന്നു. മുറുക്കപ്പിടിക്കടി വളവുണ്ട്, വീശി എടുക്കും ചിലപ്പം. ഈ ചള്ളും പള്ളും എല്ലാം കേട്ടാലുമേ. അല്പം കൂടെ സാമർഥ്യമുള്ള സഹോദരിമാര് ചിലര്, എല്ലാരും അല്ല പറയും, എൻ്റെ മാസ്റ്ററെ അമ്മായിയമ്മയെ ചൂണ്ടിക്കൊണ്ട്, ഈ തൊള്ള ഉള്ളിടത്തോളം കാലം ഞാനും കൊച്ചുങ്ങളും കടന്ന് ചാകുകയില്ല. ഇതൊക്കെ പറഞ്ഞാൽ ചായ ഇരിക്കുന്നത്. ഇപ്പം പിന്നെ എല്ലാവരും പമ്മി ഇരിക്കുക. ഒന്നും അറിയാനും മേല. പാവത്തുങ്ങൾ കുറേ പച്ചപരമാർത്ഥികൾ കുഞ്ചച്ചേടത്തിന്ന് കൂടിയത് നന്നായി. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന പലരും ഉണ്ടെന്ന്. ചില പിള്ളേര് കുശൃതി കാണിക്കുമ്പോഴേ വഴി വിട്ടുള്ള പോക്ക് കാണുമ്പോൾ ചെല്ല് പറയത്തില്ലയോ ഇതുണ്ടായോ അന്ന് മുതൽ ഞാൻ കടന്ന്. അപ്പൊ ഇവിടെ 38 കൊല്ലം കടന്ന് കറങ്ങുക. 1-2 അല്ല, 38 കൊല്ലം. ഇവരെ കറക്കിയത് ദൈവമാണോ പിശാചാണോ അറിയാമല്ലോ നമുക്ക്. ആരാ? ദൈവം കറക്കിയതാ. ദൈവം കറക്കിയതാ. നമ്മളോ പിശാചാന്നും പറഞ്ഞങ്ങ് ശാസിക്കുക. ഇറങ്ങട്ടെ, അഴികട്ടെ. ഈ വചനത്തിൽ നിന്ന് പറയാം, അതാണ് നല്ലത്. കർത്താവ് ഈ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. അതിൻ്റെ വിധം ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് 3 പദമാണ്. അത് മർക്കോസിന്റെ സുവിശേഷത്തില 3-ാം അധ്യായത്തിൽ. തന്നോടുകൂടെ ഇരിപ്പാനും അതാ പ്രസംഗിക്കേണ്ടതിന് അയ്യപ്പാനും ഭൂതങ്ങളെ. ദൈവദാസന വാക്യം കണ്ടോ? അവൻ തന്നോടുകൂടെ ഇരിപ്പാനും
പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു. ഇങ്ങനെ നിയമനം, ഇതാ നിയമനം. ശ്രദ്ധിച്ചോണം. ഈ 3 കാര്യത്തിൽ ആദ്യം എന്നതാ? കൂടെ ഇരിക്കുക. ഇതാ ആദ്യം ചെയ്യണ്ടേ. എന്തോ ചെയ്യണം? ആരുടെ കൂടെ? കർത്താവിന്റെ കൂടെ. ഇപ്പൊ ഈ കർത്താവിന്റെ കൂടെ ഇരിക്കാൻ പലർക്കും നേരമില്ല. പ്രസംഗിക്കാൻ നേരം 7 പോയിന്റ്, 4 പോയിന്റ്, പിന്നെ അതിന്റെ ഉപപോയിന്റ് പീത വരെ ആ കയറി പ്രസംഗിക്കുന്നത്. ആയിക്കോട്ടെ, പ്രസംഗിച്ചു, എല്ലാരും പ്രസംഗിച്ചു, ഞാനും പ്രസംഗിക്കും. പക്ഷെ പ്രസംഗിക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ കൂടെ ഇരിക്കണം. കർത്താവിന്റെ കൂടെ ഇരുന്നേച്ച് വേണം പോയി പ്രസംഗിക്കാൻ. ഇപ്പൊ ആരാ കർത്താവിന്റെ കൂടെ ഇരിക്കുന്ന? എല്ലാവരും ഗൂഗിളിനകത്ത് കയറി ഇരിക്കുന്നു, നെറ്റിനകത്ത് കയറി ഇരിക്കുന്നു, വാട്സപ്പിനകത്ത് കയറി ഇരിക്കുന്നു. പിന്നെ ഏതാണ്ടാ തോന്നിച്ചാ ഏതാണ്ടെല്ലാം കുന്തമുണ്ട്, അതിനകത്തെല്ലാം കയറി ഇരിക്കുക. ആ ഫേസ്ബുക്ക് അതിനകത്ത് പുള്ളിയാ പറഞ്ഞ. നിങ്ങൾ രണ്ടുപേരും ആരും പറഞ്ഞു, 2 പേരും പ്രായമുണ്ടല്ലോ. ഓ, ആര് പറഞ്ഞാലും എനിക്ക് എന്നാ. ഞാൻ കുറ്റമല്ല, ഇതൊക്കെ തെറ്റാന്നല്ല, ഇത് കൊള്ളുകാലെന്നല്ല. ഫേസ്ബുക്കിനകത്തും വാട്സപ്പിനകത്തും യൂട്യൂബിനകത്തും പിന്നെ ഉണ്ടല്ലോ അതിനകത്തൊക്കെ കയറി നെറ്റിനകത്തൊക്കെ അധികം ഇരിക്കുന്നതിൽ നല്ലത് ആദ്യം കർത്താവിന്റെ കൂടെ ഒന്ന് ഇരിക്കണം. കർത്താവിന്റെ കൂടെ ഇരിക്കണം. കർത്താവിന്റെ കൂടെ ഇരിക്കാൻ ഇപ്പൊ ആരും. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു പദമുണ്ട്. എന്നോട് പറഞ്ഞു, പക്ഷേ മോന് വേണ്ടി പ്രാർത്ഥിക്കണം, മോക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അച്ചായന് വേണ്ടി. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു പദമുണ്ട്. യാത്ര പോകുമ്പോൾ കർത്താവേ അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. അപ്പം കർത്താവ് ചോദിക്കുക, നീ എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ടോ? കർത്താവേ മോള് കടന്നു പോകുന്നു, അവിടുന്ന് കൂടെ. മോള് ബാംഗ്ലൂര് കർത്താവിൻ്റെ കൂടെ ആണോ ഇരിക്കുന്നേ? അതോ അവൾ ആ ചെടിയുടെ ഇടയിൽ പമ്മി ഇരിക്കാന്നോ അവനുമായിട്ട്? ഒന്നും അറിയാൻ മേല ആർക്കും. ഞാൻ കണ്ടെന്ന് 2 എണ്ണം പമ്മി ഇരിക്കുന്നത്. എന്തോ ഒരു പാർക്കിന്റെ പേരും പറഞ്ഞു. എന്നാണോ അത്? എന്താ എന്തേലും ആട്ടെ, മനസ്സിലായാ മതി. മോടെ കൂടെ നമ്മൾ മോടെ കൂടെ ഇരിക്കണം, മോന്റെ കൂടെ ഇരിക്കണം. മോനും മോളും കർത്താവിന്റെ കൂടെ ഇരിക്കുന്നുണ്ടോ? ആട്ടെ, ചിലരുടെ മുഖത്തൊരു ഭാവവ്യത്യാസം, അതുകൊണ്ട് പറയുന്നില്ല, ഒന്ന് വിട്ടു. ഞാൻ എന്നെ പ്രതിയാക്കിയ ആദ്യം പ്രസംഗിക്കാനല്ല പോകണ്ടേ. ഇത് ആദ്യം പറഞ്ഞത് ആരും അനുസരിക്കുക. എല്ലാവരും അങ്ങ് പ്രസംഗിക്ക് ഭൂതത്തെ ഇറക്കാൻ നടക്കുക. എലന്തൂരിലുള്ള മുഴുവൻ ഭൂതത്തെ ഇന്ന് രാത്രി ഇറക്കുമെന്ന. ആയിക്കോട്ടെ, ആദ്യം ഭൂതത്തെ ഇറക്കുകയല്ല, പ്രസംഗത്തിന്റെ പോയിന്റുമല്ല. ആദ്യം കർത്താവിന്റെ കൂടിരിക്കണം, ദൈവത്തോട് ചേർന്നിരിക്കണം. അതിന് വാക്യമുണ്ട്. അങ്ങനെയല്ലോ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചോ. എങ്ങനെ അതിന്റെ ക്രമം എങ്ങനെയാന്നാ വായിച്ചേ? ദൈവത്തിന്റെ മഹത്വം 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്തു നിൽപ്പേൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. എന്റെ പ്രിയരെ, മറ്റ് കാര്യങ്ങൾക്കൊന്നും അധികം സമയം കണ്ടില്ലെങ്കിൽ കർത്താവിന്റെ കൂടിരുന്നോണം. ഞാന് തെറ്റിദ്ധരിക്കരുത്, എനിക്ക് കുടുംബ പ്രാർത്ഥന ഉണ്ട്. എന്നാലും കുടുംബ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുന്നേ ഞാൻ വെളുപ്പിനെ ഒരു 3 മണിക്കോ അല്ലെങ്കിൽ ചില അതുപോലെ ക്ഷീണമുണ്ട് 3:30-4 ആകുമ്പോൾ തന്നെ അങ്ങോട്ടിരിക്കും. അതെത്ര സമയം ഇല്ലേലും എത്ര ബത്തപ്പാടാന്നേലും കഴിവിൻ്റെ ഇന്ന് വരുന്നു 3-ന്. വീട്ടിലുള്ളവരെല്ലാം ഉറക്കമാണ്. ഞാൻ അവരെ ശല്യപ്പെടുത്തത്തുമില്ല. കുടുംബ പ്രാർത്ഥന ഒരു 6 മണി കഴിയുമ്പോൾ ഉണ്ട്. അതല്ലെങ്കിൽ വെളുപ്പിനെ ഇരിക്കും. യോഗങ്ങളും ആൾക്കാരുടെ പേര് എനിക്ക് ദൈവം ഒരു കൃപ തന്നിരിക്കുന്നത്, ചിലരെയൊക്കെ ഓർത്തിരിക്കും. അവരുടെ എല്ലാം പേര് പറഞ്ഞ് സ്തോത്രം ചെയ്യും.
ഇന്നലെ ഞാൻ തൃശ്ശൂർ ചെന്നപ്പോൾ എൻ്റെ ഒരു സഹപഠന അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ സ്വോത്രം പറയുന്നതുകൊണ്ട് ഞാൻ ഒരു ദിവസം നോക്കി, പിന്നെ ഒക്കുന്നില്ലെന്ന്, പേര് കിട്ടുന്നില്ല, ഓർമ്മയെ. ദൈവം അങ്ങനെ ഒരു ചെറിയ കൃപ, ചെറുതല്ല വലുതാ, ഓർത്തിരിക്കും ചിലരെ. കർത്താവിനോട് കൂടിയിരിക്കണം. സ്തോത്രം. കർത്താവിനോട് കൂടെ ഇരുന്നേച്ച് വേണം പ്രസംഗിക്കാൻ പോകാനും ഭൂതത്തെ ഇറക്കാൻ. ഇത് ഭൂതത്തെ ഇറക്കുന്ന പലരും, പ്രസംഗിക്കുന്ന പലരും അത് കഴിഞ്ഞ് വേറെ പലതിൻ്റെ കൂടെ ആയിരിക്കുന്നത്. എന്തിനാ? അത് കഴിഞ്ഞല്ലല്ലോ, ഇത് വിടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടല്ലേ. എത്താറെണ്ണം വലിയ വലിയ കൺവെൻഷനൊക്കെ നിങ്ങൾ സ്റ്റേജിലിരിക്കുന്ന പല വിദ്വാന്മാർ, ഇവരും മാന്യമായിട്ടും യോഗ്യമായിട്ടും ഇരിക്കുന്നു, അഭിനന്ദിക്കുന്നു. പിന്നെ ഞാൻ ചെല്ലുന്നിടത്ത് അങ്ങനെ ഇരിക്കലിരുന്ന അന്ന് അവനെ ശരിയാക്കും ഞാൻ. അത് വേറെ കേസ്. ദൈവസന്നിധിയിൽ ഇരിക്കണം. ഒരു 2-3 മണിക്കൂർ ഇത് എടുക്കണ്ടെന്ന് അവിടെ മാറ്റി വെക്കാൻ. സഭയെ ചെല്ലുമ്പോൾ ഇത് തന്നെ പണി. ഇവനെല്ലാം വന്ന് ഇരിക്കുക ഇല്ലേ. നാളൊരു പേരൊന്നും പറഞ്ഞില്ല, പാട്ട് പാടിക്കഴിഞ്ഞ് പിന്നെ ചാറ്റിങ്ങാ. ഞാൻ ചോദിച്ചു എന്തുവാ വേറെ പാട്ട് തപ്പുക, പിന്നെ എന്താ അത്യാവശ്യമാണെന്ന് അറിഞ്ഞില്ലേ. എല്ലാവരുടെയും കാര്യമല്ല. ഉപദേശമാരും കണക്കാ, വിശ്വാസിയും കണക്കാ. ദൈവം ഒരു ദിവസം പിടിക്കും നിന്നെ. ഏത് വലിയവനാന്നേലും ദൈവം പിടിക്കും. ജീവനുള്ള ദൈവത്തിന്റെ കൈ വീടുന്നത് വലിയ ഭയങ്കരമാ കേട്ടോ. ഭയത്തോടെ യഹോവയെ സേവിക്കണം, വിറയലോടെ ഘോഷിച്ചുല്ലസിക്കണം. ദൈവത്തിന് മഹത്വം. ഞാൻ ആ ഭാഗം പങ്കിടുക. അപ്പൊ ഇവരെ കറക്കിയത് പിശാചല്ല, ദൈവമാ കറക്കിയ. വായിച്ച പുറപ്പാട് പുസ്തകം 13:17. പെട്ടെന്ന് വായിച്ചു. പുറപ്പാട് 13:17 വേഗത്തില്. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തതെന്ന് വരികിലും, പക്ഷേ ജനം യുദ്ധം കാണുമ്പോൾ അനത് വെച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുന്നു വെച്ച് ദൈവം തമ്പുരാൻ അവരെ അതിലേക്ക് കൊണ്ടുപോയില്ല. അടുത്ത വാക്യം. ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ അപ്പൊ ചുറ്റിച്ചത് ആരാ? ദൈവമാ. നമ്മളാണെ പറയും പിശാചാന്ന്. സ്തോത്രം. നമുക്ക് ചില ഭാഷാപ്രയോഗമൊക്കെ ഉണ്ട്, അത് കൺവെൻഷൻ ആയതുകൊണ്ട് പറയുന്നില്ല. അവിടെ കെട്ടി ഇവിടെ കെട്ടി ആട്ടെ. ഇത് ദൈവമാ കറക്കിയത്, പിശാചല്ല കറക്കിയത്. അതെന്നാ ദൈവം ഇങ്ങനെ കറക്കാൻ കാര്യം? അത് വായിച്ച് ആവർത്തന 8:7. ഇന്നിങ്ങനെ വചനത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ പോട്ടെ. ആവർത്തന 8:7 വായിരേ. അത് തന്നെ പെട്ടെന്ന് വായിച്ചു. നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം. അപ്പൊ ശ്രദ്ധിച്ചേ, നല്ല ദേശത്തേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുമ്പോ പിന്നെ എന്തിനാ നിന്നെ ഇട്ട് കറക്കുന്നേ? ദൈവമല്ലേ കറക്കിയത്. അങ്ങനെ ആയിട്ട് നല്ല ദേശത്തേക്കാ കൊണ്ടുപോകുന്നത്, നല്ല സ്ഥലത്തോട്ടാ കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ നല്ല സ്ഥലത്തോട്ട് കൊണ്ടുപോകുമ്പോ എന്തിനാ കറക്കുന്നേ? അത് 8:2 വായിച്ചേ. കറക്കാൻ കാര്യം നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്നത് അറിയുവാനുമായി. അതിനാ കറക്കിയത്. പിശാചല്ല കറക്കിയത്, ദൈവമാ കറക്കിയത്. എങ്ങോട്ട് കൊണ്ടുപോവാ? കനാനിലോട്ട് കൊണ്ടുപോവുക. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്തിനാ കറക്കുന്നത്? അതിനാ ആവർത്തന 8:2 നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്നത് അറിയുവാനുമായി. ഈ ഹൃദയത്തിനകത്ത് എന്തെല്ലാം സാധനം ഉണ്ടെന്നറിയോ? എത്രയോ വലിപ്പം കൊള്ളിയോ, എന്തെല്ലാം നാശക്കൊള്ളിയ, അതെല്ലാം അകത്ത് വെച്ചോണ്ടോ ഗ്ലോറി, വിക്ടറി, കാൽവറി എന്ന് പറഞ്ഞ് ഞെട്ടുന്നത്. എന്തെല്ലാം ചെല്ലു പറഞ്ഞില്ലേ പക്ഷേ എല്ലാം എൻ്റെ ഹൃദയത്തിലുണ്ട്, ഞാനൊന്നും മറന്നിട്ടില്ല. പിന്നെ ഈ കൺവെൻഷൻ ആയതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. പന്തലൊന്ന് പൊളിക്കട്ടെ എൻ്റെ തനി നിറഞ്ഞാൻ സഭയിൽ വെക്കത്തില്ല. പക്ഷേ ഇപ്പം എല്ലാം എൻ്റെ ഹൃദയത്തിലുണ്ട്. പിന്നെ ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും ഞാനായിട്ടൊരു ഹൃദയത്തിനകത്തിരിക്കുന്നത് അറിയണം. നല്ലതുപോലെ കറക്കുമ്പോൾ ഇതിനകത്ത് നിന്ന് ഓരോന്ന് വെളിപ്പെട്ട് വരും. ഞാനെല്ലാം വിവരിക്കുന്നില്ല. അതുകൊണ്ട് 38 കൊല്ലം ഇട്ട് കറക്കി.
അതാണ് ആവർത്തനം 2:13 മുതൽ ഒന്നുകൂടെ വായിച്ചു. ഇപ്പോൾ എഴുന്നേറ്റ് സരേത്ത് തോട്ട് കിടപ്പനെന്ന് കൽപ്പിച്ചതുപോലെ നാം സരേത്ത് തോട്ട് കടന്നിരിക്കുന്നു. നാം കാദേശ് ബർണയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ സരേത്ത് തോട്ട് കിടക്കുമ്പോഴുള്ള കാലം 38 സംവത്സരം. അതിനിടയിൽ യോദ്ധാക്കളായിരുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. പദം പേടിയാ, മുടിഞ്ഞുപോയി. ദൈവം സത്യം ചെയ്തു. അതന്നെ ദൈവം സത്യം ചെയ്യാൻ കാര്യം. പൊറുതിമുട്ടിയപ്പോ ദൈവം സത്യം ചെയ്തു. എന്തുവാ ദൈവത്തിന്റെ സത്യം? വായിച്ചേ, സത്യം 95:10 സങ്കീർത്തനം 95:10 വായിരേ. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എന്റെ വടികളെ അറിഞ്ഞിട്ടില്ലാത്തതെന്നും പറഞ്ഞു. ആകയാൽ അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഇതാ സത്യം. ആവർത്തനത്തിൽ വായിച്ചത് ദൈവം സത്യം ചെയ്തതുപോലെ ഇവരെ മുടിച്ചു. എന്തുവാ സത്യം? 95:10 സങ്കീർത്തനം. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണേ, സങ്കീർത്തനം 95:10 തെറ്റിപ്പോകുന്ന ഹൃദയമെന്ന അല്ലേ കർത്തദാസനെ? എങ്ങനെ? അവർ തെറ്റിപ്പോകുന്ന ഹൃദയം. പക്ഷേ ധന്യനായ പൗലോസ് ഈ വാക്യം കോട്ട് ചെയ്ത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൊടുത്തത് തെറ്റിപ്പോകുന്ന ഹൃദയമെന്നല്ല, എപ്പോഴും തെറ്റിപ്പോകുക. വല്ലപ്പോഴും ഒന്ന് തെറ്റുകയല്ല. പിന്നെയോ വായിച്ചേ 3:10 എബ്രായ ലേഖനം 3:10 പെട്ടെന്ന് വായിച്ചു. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ഇന്നിങ്ങനെ വചനത്തിന്റെ ചുറ്റാകെ ഇരിക്കാം. എനിക്ക് അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും മതി, തെളിഞ്ഞല്ലോ. സങ്കീർത്തനം 95:10 തെറ്റിപ്പോകുന്ന ഹൃദയമെന്ന. പക്ഷേ പൗലോസ് ആ കാര്യം എടുത്തിരിക്കുക. തെറ്റിപ്പോകുന്ന ഹൃദയമല്ല, എപ്പോഴും. ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം തമ്പുരാൻ പറഞ്ഞു, ഇവൻ ഒരെണ്ണം അങ്ങ് വരികയില്ലെന്ന് പറഞ്ഞു. ഒരെണ്ണം അങ്ങ് വരികയില്ല, മുഴുവൻ എണ്ണത്തിനെ തകർത്ത് തയ്യോ. വിശ്വസ്തരായി വിശുദ്ധരായി നിന്നില്ലെങ്കിൽ അങ്ങ് ചെല്ലാനൊക്കത്തില്ല. അടുത്തിരിക്കുന്നവനെയോ മറ്റൊരുത്തനെയോ ഒന്നും നമ്മൾ വിധിക്കണ്ട. തിരുമേശയ്ക്ക് പറയുമ്പോൾ നാം നമ്മെ തന്നെ വിധിക്കണം. തന്നെത്താൻ ശോധന ചെയ്യണം. ഓടിയതും അധ്വാനിച്ചതും വൃഥാവാകരുത്. നാം അങ്ങ് ചെല്ലണം. ഞാൻ ഓടിച്ച് ചില കാര്യം കൂടെ പറഞ്ഞ് അങ്ങ് നിർത്താതെ നോക്കുള്ളൂ. ഇന്നിങ്ങനെ അങ്ങ് പോട്ടെ. ദൈവം പണ്ടൊരാൾ പറഞ്ഞ പോലെ ചിങ്ങം വരെ പോട്ടെന്ന് പറഞ്ഞ പോലെ ദൈവത്തിന് മഹത്വം. ഇങ്ങനെ ഇവര് കനാനിലേക്ക് പോകുകയാ. ഈ യാത്രയിൽ മോശെ മരിച്ചു. അതിനു മുമ്പ് മിരിയാമും അഹരോനും മരിച്ചു. അവരെ അടക്കി, മിരിയാമിനെ കാദേശിലടക്കി. അഹരോൻ ഹോർ പർവ്വതത്തിൽ വീണ് മരിച്ചു. മോശയെ ദൈവമടക്കി. മോശയുടെ കൈക്ക് വെള്ളമടിച്ച യോശുവ ഇവരെ മുൻപോട്ട് കൊണ്ടുപോയി. യോർദാൻ കടന്നു, യെരികോ കോട്ട പിടിച്ചു, ഹായി പട്ടണം നേടി, ഗിബയോൻ നിവാസികളെ പിടിച്ചു. ഒടുവിൽ കനാനിലേക്ക് വന്ന് കാലുകുത്തി. കനാനിലേക്ക് പ്രവേശിച്ചപ്പോൾ മന്ന നിന്നു. ശീലോവിൽ കൊണ്ട് സമാഗമന കൂടാരം സ്ഥാപിച്ചു. എന്തിനേറെ ദേശം ചീട്ടിട്ട് പകത്തു കൊടുത്തു. ഒടുവിലായിട്ട് ഇവർക്ക് ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ശങ്കർ, ഒക്കിനിയല്, ഏഹൂദ്, ഇടങ്കയ്യൻ ഏഹൂദ്, പിന്നെ ഇബ്സാന്, ദബോര, മാരാക്ക്, ഗിദയോന്, ശിംശോൻ എന്ന് വേണ്ട 10-18 ന്യായാധിപന്മാരെ ശാമുവേല് വരെ ദൈവം അങ്ങോട്ട് എഴുന്നേൽപ്പിച്ചു. ഒടുവിൽ ഇവർ ശഠിച്ചു, ഞങ്ങൾക്കൊരു രാജാവിനെ തരണം, ജാതികൾക്കുള്ളത് പോലെ ഒന്ന് തരാൻ. അതല്ല ഇപ്പം വേർപെട്ട സഭയ്ക്കകത്തും വരുന്നത്. അവർക്കുള്ളത് പോലെ ഞങ്ങൾക്ക്. പിന്നെ എവിടെ അവിടെ ഉള്ളതല്ല ഇപ്പൊ ഇവിടെ ആയി തുടങ്ങി. ഇപ്പൊ കണ്ടാലും അറിയത്തില്ല, കൊണ്ടാലും എല്ലാം ഏതാണ്ട് ഒരുപോലൊക്കെയാ. ഈ യഹോശാഫാത്ത് പറഞ്ഞൊരു പദമുണ്ട്, എൻ്റെ ജനവും നിന്റെ ജനവും ഞാനും നീയും ഒരുപോലെ ഇരിക്കുന്നെന്ന്. ഒന്ന് വായിച്ചേര്. നിങ്ങൾ ഇടിപ്പ് കണ്ടിട്ട് ഞാനാണ്ട് എഴുതി വെച്ചതാന്ന് തോന്നുന്നു. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമായിരുന്നു. ഇസ്രായേൽ രാജാവായ ആഹാബ് യഹൂദ രാജാവായ യഹോശാഫാത്തിനോട്, നീ എന്നോട് കൂടെ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോരുമോ എന്ന് ചോദിച്ചത് യഹോശാഫാത്ത് ആഹാബിനോട്. അവൻ അവനോട്, ഞാനും നീയും എന്റെ ജനവും നിന്റെ ജനവും ഒരുപോലെയല്ലോ. ഇപ്പൊ ഒരു വ്യത്യാസവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ വേർപാടില്ല.
ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവരുടെ ഇടയിൽ പോലും വേർപാട് ഇല്ല. അല്ല, ദൈവദാസന്മാർക്ക് ഇപ്പൊ സഭയെ വേർപാട് പറയാനും ഒക്കത്തില്ല, ഒന്നും ഒക്കത്തില്ല. കാരണം അവര് വേർപാട് പറഞ്ഞ അന്നേരം പ്രശ്നമാ. വേർപാടൊന്നും ശരിക്കും സഭയെ പറഞ്ഞേ, വൈകിട്ട് കോൾ ഇഷ്ടം പോലെ വരും, കോള് വരും. ഉടനെ ഇന്ന് തന്നെ പാസ്റ്റർക്ക് ഒരു പ്രത്യേക ഇളക്കം. പാസ്റ്റർ റൂട്ട് മാറി പോകുന്നു. തന്നെയല്ല, ഇത് ഇങ്ങനൊന്നും ഇനിയും പ്രസംഗിക്കരുത്. ഇങ്ങനെ പ്രസംഗിച്ചാൽ ഉള്ളവരും കൂടി ഇതിനകത്ത് നിന്ന് തന്നെയല്ല, പാസ്റ്റർ 3 കൊല്ലം തികയ്ക്കുമോ എന്നുള്ളത് ഇപ്പോൾ സംശയിക്കേണ്ടി. പാസ്റ്റർ എങ്ങനെ ഇത് ഒപ്പിച്ചെന്നുള്ളത് പുള്ളിക്കും ദൈവത്തിനും സെൻട്രൽ പാസ്റ്റർക്കും അടുത്ത ശില്പന്തികൾക്കും അറിയാം. എങ്ങനെ ഇതൊന്നും ഒപ്പിച്ച് നിങ്ങൾക്കാർക്കും ഒന്നും അറിയാനും മേല. എല്ലാം ഇതുപോലെ പാവത്തങ്ങൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സഭയ്ക്കകത്ത് വേർപാടിന്റെ ഉപദേശം പറയാൻ പലരും അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, മടിക്കുക, ഭയപ്പെടുക. സഭയിൽ കാശുള്ളവനല്ലേ കാശില്ലാത്തവൻ, കഴിവുള്ളവൻ കഴിവില്ലാത്തവൻ പലരും കാണും. നീ ദൈവത്തെ ഭയപ്പെടണം. ഇത് അവിടെ ചെന്ന് കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം ഉണ്ടെന്ന്. ഇവിടുത്തെ ഒരു കസേരയ്ക്കോ 10 രൂപയ്ക്കോ സ്നേഹബന്ധത്തിനോ അല്ലെങ്കിൽ ഇടയ്ക്കുള്ള കൂട്ടത്തിനു വേണ്ടി നിന്റെ നിത്യതയും കളയരുത്. അവൻ ഇതിനകത്ത് മായവും ചേർക്കരുത്. ഇതിനകത്ത് ഒരു മായവും ചേർക്കരുത്. ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കോ, കൈ തൊടുകയോ കൈ തരാതിരിക്കുകയോ, കാണുകയോ കാണാതിരിക്കോ, പക്ഷെ ഇതിനകത്ത് ഒരു മായവും പാടില്ല. ഇത് ഉലയിലൊരുക്കി ശുദ്ധി ചെയ്ത ദൈവത്തിന്റെ വചനമാ. വചനം നിർമ്മല വചനമാ. ഇത് സ്വർഗത്തിൽ സ്ഥിരമായ തിരുവചനമാ. ഇത് വെച്ചാണ് എന്നെ നിങ്ങളെ ന്യായം വിധിക്കുന്നത്. ദൈവത്തിന്റെ മകൻ ഭാഗം വിടുക. അതുകൊണ്ട് പറയാ, ഇപ്പൊ എല്ലാം ഒരുപോലെ ഇരിക്കുകയല്ലേ, വേർപാടില്ലല്ലോ. ഞാൻ ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. ഇവര് പറയാ, ഞങ്ങൾക്കൊരു രാജാവിനെ തരണം. ശൗമേല് കരഞ്ഞു. ദൈവം പറഞ്ഞെന്തിന് കരയുന്നു? കൊടുക്കൊരെണ്ണത്തിന്. കണ്ടമാനം ശടിച്ചപ്പോൾ ബെന്യാമീൻ ഗോത്രത്തിൽ കീശിന്റെ മകൻ ശൗലിന് പ്രഥമ രാജാവായിട്ട് കൊടുത്തു. എല്ലാരേക്കാളും തോൾപ്പക്കമുള്ളവൻ, നല്ല ഫിഗറാ, നല്ല കുടുംബമാ. ബെന്യാമീൻ ഗോത്രം കടിച്ചു കീറുന്നവനാ. മാത്രമാണോ റൈച്ചലമ്മാമ്മയുടെ കൊച്ചുമോനാ, റൈച്ചൽ ആന്റിയുടെ. പിന്നെ നമ്മൾ പറയില്ലേ പാസ്റ്റർ, റൈച്ചൽ ആന്റിയുടെ കൊച്ചു. കൊള്ളാം. റൈച്ചൽ ആന്റിയുടെ കാര്യമൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അപ്പൊ ഈ എല്ലാരേക്കാളും തോൽപ്പക്കമുള്ളൊരുത്തൻ നശിക്കാനാന്തേലും കൊടുത്തപ്പോ നല്ലതിനെയാ കൊടുത്തേ. ദൈവത്തിന് അങ്ങനെ ഉണ്ട് കേട്ടോ. മുടിയാനാ കൊടുക്കുന്നെങ്കിൽ ഞാനെപ്പോഴും പറയാം, വണ്ടി ഇടിച്ച് ആകുന്നതാ ഹിതമെങ്കിൽ ബെൻസ് ഇടിച്ച് ആകണം. ചുമ്മാ പെട്ടിയോട്ടം മുട്ടിച്ചാകരുത്. നമുക്കറിയത്തില്ലല്ലോ എങ്ങനെയാ മരിക്കുന്നെന്നേ. ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ. ഇനി അഥവാ പിന്നെ അല്ല, ബേച്ചാൻ അങ്ങനെ മരിച്ച ആ മുക്കിന് നമ്മൾ പെട്ടിയോട്ട വന്ന് മുട്ടിനൊരു മുടി. അതെ, തുരുമ്പ് പിടിച്ച വണ്ടി ആയിരുന്നെന്നാ. അതൊരു സുഖമല്ലല്ലോ കേൾക്കുന്നേ. അതേസമയം പറയാ, നമ്മുടെ തങ്കച്ചാൻ അങ്ങനെ ബെൻസ് ഇടിച്ചു. എവിടെ വെച്ചു? ടൗണിൽ. ആണോ? പിന്നെ ഒറ്റയിടിക്ക് ആള് കേൾക്കാനും ഒരു സുഖമുണ്ടെന്നായി പറഞ്ഞു. അല്ല, നശിക്കാനായി ഇത് കൊടുത്തത്. അങ്ങനെയാണല്ലോ ഹോശിയ പ്രവചനത്തിൽ, ഞാൻ എന്റെ കോപത്തിൽ ഒരു രാജാവിന് കൊടുത്തതാ. ദൈവം സന്തോഷത്തോടെ കൊടുത്തതല്ല. ഞാൻ വചനത്തിൽ നിന്നാ പറയുന്നേ. സന്തോഷത്തോടെ കൊടുത്തതല്ല ഈ രാജാവിന്. കാരണം അവർക്കുള്ളതുപോലെ ഞങ്ങൾക്ക്, അവിടെ ഉള്ളതുപോലെ, മാർത്തോമായിലുള്ളതുപോലെ ഞങ്ങൾക്ക്, യാക്കോബിലുള്ളതുപോലെ ഞങ്ങൾക്ക്, ഓർത്തഡോക്സിലെ പോലെ ഞങ്ങൾക്ക്, കനാനായെ പോലെ ഞങ്ങൾക്ക്, കത്തോലിക്ക പോലെ ഞങ്ങൾക്ക്, മലങ്കരെ പോലെ ഞങ്ങൾക്ക്, അവരെ പോലെ ഞങ്ങൾക്ക്. എന്നാ ഇന്നുകൊണ്ട് നമ്മുടെ യോഗം തീരുകയല്ലേ? എന്തേലും തീരണം ഇന്ന്. അല്ല, മഴയാ, എങ്ങോട്ട് പോകാൻ? അവിടെ ഇരിക്കുക. മഴ തീരുമ്പോൾ നിർത്താം. ഈ മഴയത്ത് ഇപ്പം നിർത്തിയാലും ഇവിടെ നിന്ന് വർത്താനം പറയാൻ കുരുക്കൊപ്പിക്കാൻ. അവിടെ ഇരിക്കുക. മഴ തീരുമ്പം കാണാം, ഞാനങ്ങ് നിർത്തും. നമുക്കെല്ലാം പോവുകയും ചെയ്യാം. ഞങ്ങൾക്ക് രാജാവിനെ തരാൻ തമ്പുരാൻ അങ്ങോട്ട് കൊടുത്തു. സന്തോഷത്തോടെ കൊടുത്തതല്ല. ഹോശിയ പ്രവചനത്തിൽ വായിക്കുന്നത് കോപത്തിൽ. തോമസോടിച്ച ആ വാക്യം ഒന്ന് വായിച്ചാ തോമസോടിച്ച. കോപത്തിൽ ഞാൻ നിനക്കൊരു രാജാവിനെ തന്നു, എന്റെ ക്രോധത്തിൽ ഞാൻ അവനെ നീക്കിക്കളഞ്ഞു. രണ്ടുമുണ്ട് കേട്ടോ. ദൈവം സന്തോഷത്തോടെ തന്നതല്ല. ഒരു കാര്യം പറയാ,
ഈ തരുന്നതെല്ലാം ദൈവം സന്തോഷത്തോടെ തരുന്നതല്ല. നമ്മളങ്ങ് പറയും ദൈവം എനിക്ക് അല്ല. ഒരു പ്രമാണം, ഒരു കാര്യം പറയാം. നിങ്ങൾ വചനത്തിൽ ഈ ഏദൻ തോട്ടത്തിൽ വെച്ച് ആദമും ഹവ്വയും പാപം ചെയ്തു, വിലക്കപ്പെട്ട കനി ഭുജിച്ചു, തേജസ് നഷ്ടപ്പെട്ടു, മരണഭീതി വന്ന ആകെ പ്രശ്നം അറിയാമല്ലോ. രണ്ടിനെയും തോട്ടത്തിന് വെളി വിട്ടു. തേജസ്സും എല്ലാം പോയി, മരണഭീതി, കച്ചത, മുള്ള, പറക്കാര, ആകെ പരുവക്കേട. രണ്ടുപേരും തോട്ടത്തിന് വെളിയിൽ ജീവിതം ആരംഭിച്ചു. അങ്ങനെ ജീവിതം ആരംഭിച്ച ഒരു കൊച്ചനെ കിട്ടി. കയ്യിനെ എൻ്റെ ഭാവനയാ പുസ്തകത്തിലല്ല. അല്ല, പെന്തിക്കോസുകാരുടെ രീതി വെച്ച് പറയാ. കൊച്ചിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അമ്മാമ്മ സഭായത്തിന് വന്നാരാ ഔവാമ്മ പൊന്നുമോൻ കയ്യിനുമായിട്ട് സഭായത്തിന് വന്നു. അപ്പോൾ പാസ്റ്റർ എൻ്റെ ഭാവനയാ കേട്ടോ. പാസ്റ്റർ പറഞ്ഞു നമ്മുടെ വാത്സല്യ അമ്മാമ്മ ഹൗവാമ്മ വന്നിട്ടുണ്ട്, അച്ചായനുണ്ട്, ദൈവനാമത്തിന് മഹത്വം. ഇപ്പോൾ സാക്ഷിക്കുള്ള സമയമാണ്. മാന്യ സഹോദരി ഇപ്പോൾ അവർക്ക് ലഭിച്ച കുഞ്ഞുമായിട്ട് വന്നല്ലോ. അപ്പോൾ അമ്മാമ്മ എൻ്റെ ഭാവനയാ കേട്ടോ. അമ്മാമ്മ എഴുന്നേറ്റ് പറഞ്ഞു, അർഹിക്കാത്ത അങ്ങനൊരു പാട്ടില്ലേ സാമേ? ഓ ആമേൻ, അത് പറയാം. ഇവിടെ പാടാൻ അമ്മാമ്മ പാടുന്ന പാട്ടാ. അർഹിക്കാത്ത നന്മകളും കയ്യിനെ വെച്ചോണ്ടാ അർഹിക്കാത്ത കയ്യും കയ്യിലിരിക്കുക. എനിക്കേകിടും ദയാനിധേ. ഈ പാട്ടാണോന്ന് എന്നോട് ചോദിക്കരുത്, ഞാനങ്ങ് പറയുക. അപ്പൊ അവ അമ്മ ഈ കൊച്ചിനെ കയ്യിലെടുത്തുണ്ടെങ്കിൽ പാടുക, കയ്യും കുഞ്ഞ് കയ്യിൽ ഇരിക്കുക, കയ്യിൽ. എന്നിട്ട് ഈ തള്ള പറഞ്ഞൊരു സാക്ഷ്യം കേൾക്കണോ? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ഹാലലൂയ, ഇങ്ങനൊരു സാക്ഷി പറയുമെന്ന് പോലും ഞാൻ അറിയാമല്ലോ പറയുന്ന രീതി. എന്നിട്ട് പറയുക, യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ. വായിര് 4-ാം അധ്യായത്തിന് എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു. യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു. അതാ കൃപേന്ന് പോയെങ്കിലും ഇങ്ങനെയൊക്കെയാ പറയുന്നത്. യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ. അന്നേരം പരിശുദ്ധാത്മാവ് യോഹന്നാനെ കൊണ്ട് പറയിപ്പിച്ചത് 3:12 വായിച്ചേ. 3:12 യോഹന്നാന്റെ 1-ാം ലേഖനം 3:12 ഒന്ന് വായിച്ചേ. പരിശുദ്ധാത്മാവ് എന്നാ പറഞ്ഞത്? വായിക്കേ. 3:12. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി. മതി, തെളിഞ്ഞല്ലോ. ഉൽപ്പത്തി 4 അമ്മാമ്മ സാക്ഷിക്ക് പറഞ്ഞു, യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ. പരിശുദ്ധാത്മാവ് യോഹന്നാനിൽ കൂടി പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, എല്ലാ ഒന്നും ദൈവം തരുന്നതല്ല കേട്ടോ. നമ്മൾ ചുമ്മാ അങ്ങ് പറയാ ദൈവം തന്നെന്ന്. ദൈവം എല്ലാം നല്ല മനസ്സോടല്ല തരുന്നത്. ചിലർക്ക് വീട് തന്നത് നല്ല മനസ്സോടല്ല, ചിലർക്ക് വണ്ടി തന്നത് നല്ല മനസ്സോടല്ല, ചിലർക്ക് വസ്തു തന്നത് നല്ല മനസ്സോടല്ല, ചിലർക്ക് ജോലി തന്നത് ജോലി കിട്ടി, സാലറി കിട്ടി, ചില കല്യാണം നടന്നത് നല്ല മനസ്സോടല്ല. ഓ, മനസ്സിലാകുന്നില്ല. എന്റെ കോപത്തിലൊരു രാജാവിനെ കൊടുത്തന്ന. അയ്യോ, എല്ലാ ഒന്നും ദൈവഹിതം പോലെ തരുന്നതല്ല കേട്ടോ. പക്ഷെ നമ്മൾ മേടിക്കും, പ്രാർത്ഥിച്ചു ഉപവസിച്ചു ഒക്കെ. തന്നില്ലെങ്കിൽ നമ്മൾ സമരം ചെയ്യല്ലേ. 21 ഇരിക്കുക, 2-1 അറിയാതെ ഞാൻ. അപ്പൊ സ്വർഗത്തിൽ കമ്മ്യൂണിസ്റ്റിൽ കൂടി വെച്ചു ദൂതന്മാരോട് ദൈവം പറയും, പെട്ടെന്ന് കൊണ്ട് കൊടുത്തു, അവളെങ്ങാനും തൊലഞ്ഞു പോയാൽ പിന്നെ ദൈവനാമം കൂടെ. ദൂതൻ പെട്ടെന്ന് വന്ന് പറയുക, അത് അങ്കമ്മയെ പിടിച്ചോ. അങ്ങനല്ലേ ദാനിയേൽ പ്രവചനത്തിൽ ദൂതനെയല്ലേ വിട്ടത്. പിന്നെ സ്വർഗം കമ്മ്യൂണിസ്റ്റിൽ കൂടി പെട്ടെന്ന് കൊണ്ട് കൊടുക്കാൻ, കഞ്ഞിയും വെള്ളം കുടിക്കാതെ എങ്ങാനും തൊലഞ്ഞ ദൈവനാമം ദൂഷിക്കുകയല്ലേ. ഒന്ന് ഇത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പറയാം, കണ്ടോ ഞാൻ 21 ഇരുന്നു കിട്ടി. ചെല്ലു പറയത്തില്ല, തന്നല്ലാതെ നിന്നെ ഇങ്ങനെയൊക്കെ മേടിച്ചു. പക്ഷെ ഇത് നല്ല മനസ്സോടല്ലെന്ന് ദൈവം കൊടുത്തത്. എല്ലാവരും ശോധന ചെയ്തോണം. കിട്ടിയതെല്ലാം നല്ല മനസ്സോടെ തന്നതല്ല. ലഭിച്ചതും വാങ്ങിച്ചതെല്ലാം പുള്ളി നല്ല മനസ്സോടല്ല തന്നത്. ഒരു തെളിവൂടെ വചനത്തിൽ നിന്ന് ഇന്ന് ഈ മഴ പെയ്തത് നന്നായി. എനിക്ക് ഇങ്ങനെ വചനം പറയാനൊരു അവസരം കിട്ടിയല്ലോ.
അല്ലെ പിന്നെ ഒരു പ്രത്യേക രീതിയിലേ പറയുള്ളൂ. ഇന്നിപ്പോൾ ഇതിങ്ങനെ ആകട്ടെ. ദൈവത്തിന് മഹത്വം. ചിലരെയൊക്കെ ദൈവം വിവേചിച്ചും കൊണ്ടിരിക്കുക. എല്ലാം ഒന്നും ദൈവം തരുന്നതല്ല. നമ്മളെ സങ്കീർത്തനത്തില് ഇസ്രായേൽ മക്കൾ പറഞ്ഞൊരു പദമുണ്ട്, അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. അങ്ങനെ എഴുതിയിരിക്കുന്നത്. അവരപേക്ഷിച്ചത് 106 സങ്കീർത്തനത്തിന്റെ 15 ആണെന്ന് തോന്നുന്നു. ദൈവദാസൻ ഒന്ന് വായിച്ചേ. അത് തന്നെ. അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. നിർത്തിക്ക്. ചിലര് പറയത്തില്ലയോ, ഞാൻ പ്രാർത്ഥിച്ചത് എന്റെ ദൈവം തന്നു, ചോദിച്ചത് എനിക്ക് തന്നു, ആമേൽ ആഗ്രഹിച്ചത് തന്നു. ജോലി, വണ്ടി, വീട്, കാറ്, സാലറി, കല്യാണം, ഇതെല്ലാം അതാ ഞങ്ങൾ അപേക്ഷിച്ചത് അവൻ ഞങ്ങൾക്ക് തന്നു. അങ്ങനെയൊക്കെ സാക്ഷി പറയുന്ന പലരുണ്ടല്ലോ. എനിക്കിങ്ങനത്തെ സാക്ഷി കേൾക്കുമ്പോൾ മെപ്രാളവാ. ഞാൻ ചോദിച്ചതല്ല എൻ്റെ ദൈവം എനിക്ക് തന്നെന്ന് കേൾക്കുന്ന സാക്ഷി കേൾക്കുമ്പോൾ എനിക്ക് വെപ്രാളമാ. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ദൈവം ചോദിച്ചതെല്ലാം തരുമ്പോൾ തനിക്ക് എന്നാ ഇത്ര വെപ്രാളം? ചോദിക്കുന്നില്ലെങ്കിലും ചോദ്യം അകത്ത് അങ്കുരിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചതെല്ലാം ദൈവം ഞങ്ങൾക്ക് തന്നപ്പോൾ തനിക്ക് എന്നാടോ ഇത്ര വെപ്രാളം? എനിക്ക് വെപ്രാളം വരാൻ കാര്യം ഈ വാക്യം എൻ്റെ അകത്തിരിക്കുന്നത് കൊണ്ടാണ്. അപ്പം വീണ്ടും ചോദ്യം, ഏത് വാക്യം? അപ്പൊ അതാ ഇപ്പം വായിച്ചത്, അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. ഇപ്പൊ അങ്ങനല്ലേ വിശ്വാസമൊക്കെ പ്രസംഗിക്കുന്നത്. 4-ാം പ്രതലം പണ്ടൊക്കെ ഗർഭം ധരിക്കണമെന്നൊക്കെയാ. നമുക്കൊരു വണ്ടി വേണമെങ്കിൽ ഇന്ന വിശ്വാസം കണ്ടാൽ വണ്ടി കാണണം, ഇന്ന വണ്ടി, ഇന്ന കളറ്, ഇന്ന മോഡല്, ഇന്ന ഷോറൂമിൽ നിന്നപ്പോൾ ഇറക്കുന്നത് വിശ്വാസം കണ്ണാൻ നമ്മൾ കാണുന്ന. ഇടയ്ക്കിടയ്ക്ക് റൈറ്റ് നൗ എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പോൾ വണ്ടി 10 മാസം കഴിയുമ്പോൾ നമ്മുടെ കാർ പോർച്ചിൽ ഗ്ലോറി. അപ്പൊ കിട്ടിയവര് അത് പറയും, കിട്ടാനുള്ളവർ ഗ്ലോറി പറയും. നല്ല സാക്ഷ്യമാണ്. അങ്ങനെയാണല്ലോ എഴുതിയത്. അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. അടുത്ത പദവും കൂടെ ചേർത്ത് വായിര്. എങ്കിലും അവരുടെ പ്രാണന് അവൻ ക്ഷയമയച്ചു. എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ആ വാക്യം കുറിക്കൊള്ളുന്ന വാക്യമാ. അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. അടുത്ത പദം ശ്രദ്ധിക്കണം, ചേർത്ത. എങ്കിലും അവരുടെ പ്രാണന് ക്ഷയം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ നിങ്ങളോട് വചനത്തിൽ കൂടെ ഒരു കാര്യം പറയാ. നീ അപേക്ഷിച്ചതെല്ലാം ദൈവം നിനക്ക് തന്നില്ലെങ്കിലും നിന്റെ പ്രാണൻ ക്ഷയിക്കാത്തതാ നല്ലത്. ഹല്ലേലൂയ. നിങ്ങൾ ചോദിച്ചതിനെല്ലാം മറുപടി കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ പ്രാണൻ ക്ഷയിക്കാത്തതാ നല്ലത്. ഇന്ന് രാത്രി ദൈവത്തോട് പറ. പലരും ചിലപ്പോൾ വിടുതലിന്റെ സാക്ഷ്യമൊക്കെ പറയും, ചോദിച്ചതൊക്കെ തന്നു, കിട്ടി. കിട്ടാത്തവർക്ക് സങ്കടോ അല്ല, നിരാശപ്പെടേണ്ട. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരോട് പറയട്ടെ, നീ അപേക്ഷിച്ചതെല്ലാം കിട്ടിയില്ലെങ്കിൽ നിന്റെ പ്രാണൻ ക്ഷയിക്കാത്തതാ നല്ലത്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തോട് പറ, എന്റെ കർത്താവേ, എന്റെ പ്രാണന് ക്ഷയമുള്ളതൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത്. എന്റെ പ്രാണന് ക്ഷയമുള്ളതൊന്ന് ഇന്ന് രാത്രി എനിക്ക് വേണ്ട. എല്ലാവരും ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. നമ്മുടെ പ്രാണന് ഹാനി വരുത്തുന്നതൊന്നും വേണ്ട. അവരപേക്ഷിച്ചത് അവനവർക്ക് കൊടുത്തു. അടുത്ത വാക്യമാ ശ്രദ്ധയോ. എങ്കിലും പ്രാണന് അവൻ ക്ഷയമയച്ചു. ഇന്ന് രാത്രി ദൈവത്തോട് പറ, എന്റെ പ്രാണന് ക്ഷയമുണ്ടാക്കുന്നതൊന്നും എനിക്ക് വേണ്ട. എന്റെ ആത്മികത്തിന് ഭംഗമുണ്ടാക്കുന്നതൊന്നും എനിക്ക് വേണ്ട. എന്റെ സഹപടന്മാരോട് പറയാ, നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഭംഗമുണ്ടാക്കുന്ന ഒന്നും നമുക്ക് വേണ്ട. നിന്റെ ആരാധനയ്ക്കും ദൈവമേൽപ്പിച്ച ശുശ്രൂഷയ്ക്കും ദൈവമേൽപ്പിച്ച ആലോചനയ്ക്കും ഭംഗമുണ്ടാക്കുന്ന, വിഘടനമുണ്ടാക്കുന്ന ഒന്നും വേണ്ട. ഇന്ന് രാത്രി അതിനൊക്കെ ഉപേക്ഷിക്ക്. ചിലപ്പോൾ അത് നമ്മുടെ കണ്ണിന് ഇമ്പമായിരിക്കും, ഇഷ്ടപ്പെട്ടതൊക്കെ ആയിരിക്കും, നമുക്ക് വളരെ സന്തോഷമായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി അതിനോടെല്ലാം ഒന്ന് വിരക്തി ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചോദിച്ചതെല്ലാം ദൈവം തമ്പുരാൻ കൊടുത്തു, പക്ഷെ പ്രാണന് ക്ഷയമയച്ചു. ഇന്ന് രാത്രി എല്ലാവരും ദൈവത്തോട് പറ, കർത്താവേ, പ്രാണന് ക്ഷയമുള്ളതൊന്നും ഞങ്ങൾക്ക് വേണ്ട. എന്റെ ആത്മികത്തിന് ഭംഗമുണ്ടാക്കുന്ന ഒന്നും വേണ്ട. എന്റെ ആരാധനയ്ക്ക് ഭംഗമുണ്ടാ, അത് വീടോ വണ്ടിയോ വസ്തുവോ ജോലിയോ അവൻ സ്വന്തം ഭാര്യയോ ഭർത്താവോ തലമുറയോ അവൻ ബിസിനസ്സോ എന്തുമാകട്ടെ, നിന്റെ ആത്മികത്തിന് ഭംഗമുണ്ടാക്കുന്ന, ആരാധനയ്ക്ക് ഭംഗമുണ്ടാക്കുന്ന, ശുശ്രൂഷകൾക്ക് ഭംഗമുണ്ടാക്കുന്ന, ദൈവമേൽപ്പിച്ച കൃപകൾക്ക് ഹാനി വരുത്തുന്ന ഒന്നും വേണ്ട എന്ന് ഇന്ന് രാത്രി നീ തീരുമാനിച്ചാൽ ഇന്ന് രാത്രി ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ്. അനുഭവിക്കുന്നവരും തീരുമാനമെടുക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. തെസ്സലോനിക്ക ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ഇന്ന് രാത്രി അതാ ദൈവത്തോട് പറ, കർത്താവേ, എൻ്റെ പ്രാണന് ഭംഗമുണ്ടാകുന്ന ഒന്നും വേണ്ട.
ഞാൻ വളരെ പ്രാഗൽഭ്യത്തോടെ ദൈവകൃപയിൽ ശരണപ്പെട്ട് ഒരു കാര്യം പറയാം. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുക. എൻ്റെ ജീവിത ചെറിയ അനുഭവത്തിൽ നിന്നാണ്. ആത്മീകം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി മുഴുവൻ വിഷയവും. ഏത് വിഷയവും, ആരാധനയും ആത്മീക വിഷയവും ഇതിന്റെ കീഴില, ബാക്കിയല്ല. ചിലർക്ക് ഇതൊരു സൈഡാ, അല്ല ഇതാ മെയിൻ. വിശദാംശങ്ങളിലൊക്കെ ഒന്നും ഞാൻ പോകുന്നില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞു. 9 മണിയായോ? നിർത്തട്ടെ, മതി. ഗുണവാകാനാന്ന് ഇതൊക്കെ മതി. മഴ നിന്നില്ലെന്നോ? പക്ഷെ അതിനും പോകണ്ടേ? ദൈവത്തിന് മഹത്വം. നോക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം ദൈവഹിതത്തിനായി നമ്മെ സമർപ്പിക്കുമ്പം ഒരുപക്ഷെ എല്ലാവരും പ്രതികൂലമായിട്ട് വരും. മാന്യ സഹോദരിമാര് ദൈവഹിതത്തിന് സമർപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഭർത്താവ് പ്രതികൂലമായിട്ട് വരാം. ബഹുമാന്യ സഹോദരന്മാര് ദൈവഹിതത്തിന് സമ്പൂർണ്ണ സമർപ്പണത്തോടെ നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഭാര്യ എതിരായിട്ട് വരാം. അപ്പനും അമ്മയും ദൈവഹിതപ്രകാരം പോകുമ്പോൾ ചില പിള്ളേർ ചിലപ്പോൾ എതിരായിട്ട് വരാം. അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, കുടുംബമായിട്ട് ദൈവഹിതപ്രകാരം സമ്പൂർണ്ണ സമർപ്പണത്തോടെ സഭയെ വരുമ്പോൾ സഭയിൽ നിന്ന് ചിലർ നമുക്കെതിരായിട്ട് വരാന്നല്ല, വരുന്നുണ്ടല്ലോ. ഇനി എവിടുന്ന് വരാനാ? പാവം. എന്റെ സഹപടന്മാരോടൊരു കാര്യം പറയാം. ദൈവമേൽപ്പിച്ച ശുശ്രൂഷ നന്നായി ചെയ്യുമ്പോൾ സെൻട്രലിലുള്ളവരോ ലോക്കലിലുള്ളവരോ കേന്ദ്രത്തിലുള്ളവരൊക്കെ ചിലപ്പോൾ കടിഞ്ഞാണിടും. ഇങ്ങനൊന്നും പറയരുത്, ഇതൊന്നും പറയരുത്. അങ്ങനെയുള്ള എൻ്റെ അടുക്കൊന്നൊന്ന് പറ. സ്തോത്രം. കടിഞ്ഞാണിടും. സെൻട്രൽ ചിലപ്പോൾ കത്ത് തരും, കേന്ദ്രത്തിൽ നിന്ന് ചിലപ്പം കത്ത് വരും, അല്ലെങ്കിൽ വിളിച്ച് പറയും. ഇല്ലേ? ആട്ടെ, ദൈവത്തിന് മഹത്വം. എല്ലാം നമുക്ക് പ്രതികൂലമായി വരും. പക്ഷെ അങ്ങനെയുള്ളവർ, അനുഭവം ഉള്ളവർക്ക് ഒരു ധൈര്യത്തിനൊരു ഒരു കാര്യം കൂടെ പറയാം. വചനത്തിൽ നിന്ന് നിങ്ങൾക്കറിയാം, അറിയുള്ള വചനമാണ്. നമ്മുടെ കർത്താവ് ഗതസമനെ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന കഴിഞ്ഞ് കർത്താവ് ക്രൂശീകരണത്തിന് പോവുക. യേശുവിനറിയാൻ മരിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ വിശേഷത, ആ ക്രൂശീകരണത്തിന് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞൊരു പദം എന്താ? എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക്. ഇതെപ്പോഴാ പറയുന്നത്? ഇത് കഴിഞ്ഞേച്ച് പ്രാർത്ഥിക്കും. വിയർപ്പ് രക്തത്തുള്ളിയായിട്ട് വീഴും. വാളും വടിയും തീപട്ടിയും ബന്ധങ്ങളുമായി തോട്ടത്തിൽ വന്ന് പിടികൂടും. എല്ലാം കർത്താവ് കണ്ടോണ്ടിരിക്കുക. പിടികൂടും, മുൾക്കിരീടം കൊണ്ടുവന്ന് അടിച്ചിറക്കും, കണ്ണ് വെളിയിലോട്ട് തള്ളി വരും, മുഖത്തെ രോമം ഓരോന്ന് പിഴുതെടുക്കും, മുഷ്ടി ചുരുട്ടി ഇടിക്കും, കണ്ണ് മൂടിക്കെട്ടി കന്നത്തടിക്കും, കാർക്കിച്ച് തുപ്പും. കുനിയപ്പെട്ട് നിൽക്കുന്ന അവിടുത്തെ മുതുകിൽ ചാട്ടവാർ ചുഴറ്റി അടിച്ച് ചാട്ട പറിക്കുമ്പോൾ പച്ചമാംസം പറഞ്ഞ് കീറുന്ന സങ്കീർത്തനക്കാരൻ പാടി മുതുക് ഉടവുചാല് പോലെ നീളത്തേക്ക് അതും കർത്താവിനറിയാൻ കീറും. കുരിശുമരം ചുമക്കും. 2 കള്ളന്മാരുടെ നടുവിൽ ആണികളാൽ തറക്കപ്പെട്ട് കിടക്കും. കയ്പ് കാടി കുടിക്കാൻ കൊടുക്കും. ഒടുവിൽ വെലാപ്പുറത്ത് കുത്തും. ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിടും. ഇതെല്ലാം കർത്താവിനറിയാം. ഈ അനുഭവത്തിൽ കൂടി പോകുന്ന സമയത്തും കർത്താവ് പറഞ്ഞിരിക്കുന്നല്ലോ, എൻ്റെ സമാധാനം, എനിക്ക് സമാധാനം ഉണ്ടെന്ന്. ഹല്ലേലൂയ. അന്നേരോ യേശു പറയുക, എനിക്ക് സമാധാനമാണെന്ന്. ഈ ഒരു സമാധാനം എന്ന് പറഞ്ഞ സമാധാനം എന്ന് പറഞ്ഞ വലിയ വീട് വെക്കുന്നതോ വണ്ടി മേടിക്കുന്നതോ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുന്നതോ പിള്ളേര് കാനഡയിലും അമേരിക്കയിലും ഗൾഫിലും ലണ്ടനിലും UK അയർലൻഡ് സ്കോട്ട്ലൻഡിലും സ്ഥലമെല്ലാം മറന്നു പോകുന്നു. ഇത്ര മതി. അത് പോയതോ ഇരിക്കുന്ന തെറ്റാന്നല്ല, പൊക്കോട്ടെ. ചിലർ നോക്കുന്ന ഇതൊക്കെ എവിടെ സമാധാനം?
നമ്മൾ ഇവിടുന്ന് പറയാ ഏതായാലും കുഞ്ഞുഞ്ഞമ്മാമേനെയും തോമാച്ചായനെയും ദൈവം അനുഗ്രഹിച്ചു തന്നെ. അയ്യോ കാനഡയില നല്ല അവിടെ കിടന്ന് കച്ചായിക്ക ചെവിക്കകത്ത് പഞ്ഞി വെച്ച് സോക്സിട്ട് തൊപ്പിയും വെച്ച് വെളിയിലിറങ്ങാൻ പറ്റുമോ തള്ളയ്ക്ക്? ഇവിടെ ആയിരുന്നു അങ്ങോട്ട് ഇറങ്ങി എലത്തൂരോട്ട് നടക്കുക. ഓട്ടോ കാണിച്ചാൽ പോലും കാനഡയിൽ എവിടെ ഓട്ടോ കിട്ടുന്നത്? ആളുടെ അകത്ത് കിടന്ന് കഷായിക്കുക, വെളിയിൽ പോലും ഇറങ്ങാൻ. എന്നോടൊരു തള്ള പറഞ്ഞ് എന്നെയും കൂടെ തിരിച്ചു കൊണ്ടുപോകുമെന്ന്. ഞാൻ പറഞ്ഞ തള്ള ഞാൻ തന്നെ ഇവിടെ വന്നത് എങ്ങനെയാന്ന്? തള്ള വീൽ ചെയറായിരിക്കും, അവരെ ഞാനെങ്ങനെ ഇവിടെ കൊണ്ടുവരുന്നത്? നമ്മൾ ഓർക്കുന്ന രക്ഷപ്പെട്ടെന്ന, അയ്യോ രക്ഷപ്പെട്ടില്ല. പലരും ഈയിടെ എന്നോടൊരാൾ പറഞ്ഞത്, അനീഷെ പിള്ളേര് രക്ഷപ്പെടുമെന്നും പറഞ്ഞാൽ പിള്ളേരുമായിട്ട് ഞാൻ വന്ന ഇപ്പം 20 കൊല്ലം കൊണ്ട് മനസ്സിലായി പിള്ളേരും രക്ഷപ്പെടുകയില്ല. എല്ലാവരുടെയും കാര്യമല്ല, എല്ലായിടത്തും ജീവിക്കുന്ന ദൈവമക്കളുണ്ട്. എന്നാൽ പലരും വലിയ വീട് വെക്കുന്നതല്ല, വലിയ വണ്ടിയെ പോകുന്ന പലർക്കും. എന്നോടൊരു ഒരിക്കലേ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ എനിക്ക് വണ്ടി ഒന്നും വലിയ തിട്ടമില്ല, അറിയത്തില്ല. വണ്ടിയെ കയറാൻ പറയാൻ കയറും. അപ്പം ഞാൻ ഇറങ്ങി, എന്നെ വേറൊരാൾ വന്ന് സ്വീകരിച്ചു വിട്ട പുള്ളി പോയി. അപ്പം സ്വീകരിച്ച പുള്ളി പറഞ്ഞു, വന്ന വണ്ടി ഏതാണെന്നറിയാമോ? ഞാൻ പറഞ്ഞു വന്ന വണ്ടി ഏതാ? നല്ല വണ്ടിയാ. മനസ്സിലായില്ലല്ലേ? ഞാൻ പറഞ്ഞു ആ വണ്ടിയെ വന്ന് ഇവിടെ കൊണ്ടിറക്കി, എനിക്കങ്ങനെ ഇവിടെ വരെ വരണം. അദ്ദേഹം നല്ല മനസ്സോടെ കൊണ്ട് ഇറക്കി, വണ്ടിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. പൊക്കോളാൻ പറഞ്ഞു. ഇവൻ വന്ന് സ്വീകരിച്ചു. ഏത് വണ്ടിയാണെന്നറിയാം. അപ്പോൾ ആ വണ്ടിയുടെ ഏതൊരു പേര് പറഞ്ഞു, പേരൊന്നും എനിക്കറിയാൻ മേല. കോടിക്കണക്കിന് വിലയുള്ള വണ്ടിയാണ്, 1-2 കോടിയല്ല. വണ്ടി ഓടിക്കണ്ട, പുള്ളിയും ഇരുന്നാൽ മതി, ഇതും കൂടി പോവുക. അല്ല, സ്പീഡ് കുറയ്ക്കുകയും കൂടുകയും. പിന്നെ എന്നോട് ചോദിച്ചു, പാസ്റ്റർക്ക് ചൂട് വേണോ? അപ്പോൾ ആ ചൂട് ഏതാണ്ട് ഞെക്കിയപ്പോൾ ചൂട്. പാസ്റ്റർക്ക് മസാജ് ചെയ്യണോ? അവനെ ആണ്ടിയൊക്കെ കിടന്നിങ്ങ. നമ്മളിവിടെ കൊച്ചനോടാടാ ഞെക്കാൻ പറഞ്ഞ അവൻ ഒന്ന് ഞെക്കിയ ചൂടുക. അന്നാലും ഇത് ഏതാണ്ടല്ല, അതല്ല പറയാൻ വന്നതല്ല. അങ്ങനെ വണ്ടിയെ വന്ന പുള്ളി എന്നോട് പറയാ, പക്ഷേ ഒരു സമാധാനവും. അപ്പൊ പിന്നെ ഈ വണ്ടി ഇല്ലാത്ത എനിക്കല്ലേ ഏറ്റവും നല്ലത്? വണ്ടിയും വീടും വസ്തു ഒന്നുമല്ല, അത് തെറ്റെന്നല്ല. കർത്താവിന്റെ സമാധാനം ഈ പങ്കപ്പാടും വിതയെല്ലാം അനുഭവിക്കുന്ന സമയത്തും അനുഭവിക്കാൻ പോകുമ്പോഴും നല്ല സമാധാനമാണ്. ഗരസമനെ വെച്ച് അവിടുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ വിയർപ്പ് രക്തത്തുള്ളിയായിട്ട് വീണു. നമുക്കറിയാമല്ലോ, ഇങ്ങനൊരു പദമുണ്ട്, പ്രാണവേദനയിലായി. എന്നിട്ട് ഇങ്ങനെ അവിടുന്ന് പ്രാർത്ഥിച്ച്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം, എന്നിട്ട് നിർത്തിയില്ല. അടുത്ത പദം ഇങ്ങനെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചേക്കാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഇതൊന്ന് മാറ്റിയാൽ നല്ലതാ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഹിതം, ദൈവഹിതം. ആ ഹിതത്തിന് കർത്താവ് ഒന്ന് ഏൽപ്പിച്ചപ്പോൾ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, ദൈവഹിതത്തിന് സമർപ്പിച്ചപ്പോൾ അടുത്ത വാക്യം ഇങ്ങനെ. ആ വാക്യം കണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷത്തിലാ. അപ്പൊ എന്തുവാ? കർത്താവെ പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമേ എന്ന് പറഞ്ഞു. എന്നെ പറ്റി? എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ, അവിടുത്തെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നിർത്തരുത്, അടുത്ത പറവും കൂടെ വായിര്. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ ഇറക്കി. ഞാൻ എൻ്റെ വാക്ക് നിർത്തുക. എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ദൈവദാസന്മാരെ, പിതാക്കന്മാരെ, മാതാക്കളെ, ഞാനും നിങ്ങളും പൂർണ്ണ സമർപ്പണം ദൈവഹിത പ്രകാരം സമർപ്പിക്കുമ്പോൾ ഭാര്യയോ ഭർത്താവോ മക്കളോ സഭക്കാരോ വേണ്ടപ്പെട്ടവരോ കമ്മിറ്റിയോ നേതാക്കന്മാരൊക്കെ ചിലപ്പം വിരോധമായിട്ട് വരാം. നീ ക്ഷീണിക്കരുത്. നിന്നെ ശക്തിപ്പെടുത്തുവാൻ ദൈവം ദൂതനെ ഇറക്കും. നിന്നെ ബലപ്പെടുത്തുവാൻ ദൈവം ദൂതനെ ഇറക്കും. ഇവിടെ ആരുമില്ലെങ്കിൽ നിങ്ങളെ ശക്തീകരിക്കുവാൻ, ഇവിടെ ആരും അനുകൂലമില്ലെങ്കിൽ നമ്മെ ബലപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ദൂതനെ ഇറക്കും. എന്ന് പറഞ്ഞാൽ സ്വർഗീയ ശക്തി കൊണ്ട് ദൈവം നിന്നെ ബലപ്പെടുത്തും.
ഇന്ന് രാത്രി ദൈവഹിതത്തിനൊന്ന് ഏൽപ്പിക്ക്. ദൈവമേ, എൻ്റെ ഇഷ്ടമൊന്നുമല്ല, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ബാക്കി പ്രസംഗിക്കുന്നില്ല. ഇന്ന് രാത്രി പ്രത്യേക നിലയിൽ വചന ശുശ്രൂഷ ദൈവം തന്നിരിക്കുക. ചില വചനം ചിലരെ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുക, ചില വചനം ചില ഹൃദയങ്ങളെ തൊട്ടിരിക്കുക, ചില വചനം ചില കുടുംബത്തിന് വിടുതലായി തന്നിരിക്കുക, ചില വചനം ഇന്ന് രാത്രി ഇവിടെ സംസാരിച്ച ചില വാക്കുകൾ വചനം ചിലക്ക് ഇന്ന് രാത്രി വിടുതലാക്കിയിരിക്കുക. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രി അതിവേഗത്തിലോടുന്ന ദൈവത്തിന്റെ വചനം നാം ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം ഇന്ന് രാത്രി ക്രിയ ചെയ്തുകൊണ്ടിരിക്കട്ടെ. അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്ത എല്ലാവരും ദൈവത്തെ സ്തുതിക്കുക. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അതിവേഗത്തിലോടുന്ന ദൈവത്തിന്റെ വചനം, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനം ഇന്ന് രാത്രി ദൈവഗീതത്തിന് ഏൽപ്പിച്ചു കൊടുക്ക്. ദൈവം നിന്നെ കൈവിടത്തില്ല, നിന്നെ ശക്തിപ്പെടുത്തുവാൻ ദൈവം ദൂതനെ ഇറക്കും. അല്പസമയം എല്ലാവരും കർത്താവിന് മഹത്വം കൊടുക്ക്, കർത്താവിന് മഹത്വം കൊടുക്ക്. ദൈവഗീതം ഇന്ന് രാത്രി നിറവേറട്ടെ, ദൈവത്തിന്റെ ഇഷ്ടം ഇന്ന് രാത്രി നിറവേറട്ടെ, ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ഉടറബാ ശന്തല രഗതന വിരിവിക ബലപട. അല്പസമയം എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്ത. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രാർത്ഥിക്ക്. കർത്താവേ, എന്റെ പ്രാണന് ക്ഷയം വരുന്നൊന്നും എനിക്ക് വേണ്ട, എന്റെ ആത്മീകത്തിന് ഭംഗമുണ്ടാക്കുന്നൊന്നും എനിക്ക് വേണ്ട, എന്റെ ശുശ്രൂഷയ്ക്ക് ഹാനി വരുത്തുന്നതൊന്നും എനിക്ക് വേണ്ട. ഇന്ന് രാത്രി ദൈവത്തോട് അപേക്ഷിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമുക്ക് ആ പഴയ പാട്ടിന്റെ